നമസ്കാരം. പ്രത്യേക ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ, ഇങ്ങനെ പാടി പാട്ടുകേട്ടവരുടെ വിശ്വാസം നേടിയ വേടൻ, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ മാതൃകയെന്ന് അവർ കരുതിയ വേടൻ, പക്ഷേ പറഞ്ഞതും ഉപദേശിച്ചതുമൊക്കെ നേർവിപരീതമായി മാറുന്നു. വരികളും താളബോധവും സിരകളിലേക്ക് കയറ്റുന്നതിൽ വേടനോളം മറ്റൊരാൾ സമീപകാലത്തുണ്ടായിട്ടില്ല. വേടനോളം വേദികളിൽ ആവേശം നിറച്ച യുവതലമുറയെ ത്രസിപ്പിച്ച വേറെ ആരുണ്ട്? വേദികളിൽ രാസലഹരിക്കെതിരെ തൻ്റെ ആരാധകരോട് സംസാരിച്ച് അവരുടെ ആരാധനയോടുള്ള കയ്യടി വാങ്ങിയ വേടൻ, പക്ഷേ താൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് ഇന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. ഷൈൻ ടോം ചാക്കോയിലും ശ്രീനാഥ് ഭാസിയിലും തുടങ്ങിയ ലഹരി വേട്ട ദാ ഇപ്പോൾ പുതിയ സെൻസേഷനായ വേടനിലെത്തി നിൽക്കുന്നു. പക്ഷേ വേടനെ തൊട്ടപ്പോൾ എന്തുകൊണ്ടാണ് സമൂഹത്തിലെ ഒരു വിഭാഗം അതിൽ സംശയം കാണുന്നത്? വേടൻ്റെ അറസ്റ്റിലും കസ്റ്റഡിയിലും എങ്ങനെയാണ് പെട്ടെന്ന് ഇരവാദമുയരുന്നത്? കറുപ്പിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും കേസുകളിലെ ജാതി പ്രിവിലേജിനെക്കുറിച്ചും ചർച്ചകൾ ഉണ്ടാകുന്നത്. വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള പോരാട്ടം തുടരട്ടെ എന്ന് ചില മതനേതാക്കൾ ആശീർവദിക്കുന്നത്. കേരളത്തിലെ എല്ലാവരുടെയും സ്വന്തമായ മോഹൻലാൽ പെട്ടെന്ന് നായർ ബ്രാൻഡാകുന്നത്. ചില അഭിനവ സാമൂഹ്യ നവോത്ഥാന നായകരുടെ കടകം മറിച്ചിലെ സോഷ്യൽ മീഡിയ പോസ്റ്റ് പോലെ വേടൻ്റെ അറസ്റ്റിൽ ജാതിയാണോ പുളയ്ക്കുന്നത്? തെറ്റ് ചെയ്താൽ വേടൻ എന്നല്ല ആർക്കും ഇവിടെ ഒരു നിയമമല്ലേ ഉള്ളൂ. വേടനെ വെള്ളഭൂഷണോ? ഈ വിഷയം ചർച്ച ചെയ്യുന്നു. പ്രത്യേക ഈ ചർച്ച ശ്രീത് പണിക്കർ രാഷ്ട്രീയ നിരീക്ഷകൻ, മൃദുലാദേവി ആക്ടിവിസ്റ്റ്, ഖാദർ കരിപ്പൊടി വ്ളോഗർ, ഇൻഫ്ലുവൻസർ, ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ സാമൂഹ്യ നിരീക്ഷകൻ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ ടി.എസ്. ശ്യാംകുമാർ, താങ്കൾ കേൾക്കാമെന്ന് കരുതുന്നു. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വേടൻ്റെ അറസ്റ്റിന് ശേഷം നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി ലഹരിയുമായി ബന്ധപ്പെട്ട് വലിയ പോരാട്ടം ഈ അടുത്ത കാലത്തായി സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് അറസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അതിന് ചെറിയവനൊന്നോ വലിയവനോ ഒന്നുമില്ല. സിനിമാ രംഗത്തെ പ്രമുഖരടക്കം പ്രധാനപ്പെട്ട സംവിധായകരടക്കം എല്ലാവരും ആ തരത്തിൽ അറസ്റ്റിലാകപ്പെടുന്നുണ്ട്. ദീർഘനാളത്തെ നിരീക്ഷണത്തിന് ശേഷം, കൃത്യമായ ഇൻഫർമേഷന് ശേഷമാണ് എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും ഇത്തരം പിടുത്തങ്ങൾ നടക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഇന്ന് വേടൻ്റെ അറസ്റ്റ് ഉണ്ടായപ്പോൾ, കഴിഞ്ഞ ദിവസം ഉണ്ടായപ്പോൾ മാത്രം എന്തുകൊണ്ടാണ് അതിനെ സംശയത്തോടെ ഒരു മേഖല കാണുന്നത്? താങ്കളുടെ പോസ്റ്റും ഞാൻ വായിക്കുകയായിരുന്നു. മുഖ്യധാരയിൽ നിന്ന് വേടനെ എങ്ങനെ ഉന്മൂലനം ചെയ്യാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പുരോഗമന മലയാളിയുടെ ഗവേഷണം എന്നുള്ളത്. ഒരു കഞ്ചാവ് കേസിൽ, ലഹരി കൈവശം വെച്ച കേസിൽ പിടിക്കപ്പെടുന്ന ഒരാളെ ആ തരത്തിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തിന് സംശയിക്കണം സർ? ഞാൻ ഈ വിഷയത്തിലേക്ക് വരുന്നത് 3 കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ആ 3 കാര്യങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം ഞാൻ ഈ ചോദ്യത്തിലേക്ക് വരാം. അതിലൊന്നാണ്, നമ്മൾ ഈ ലഹരിയാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. ഇന്ത്യയിലെ പ്രത്യേകിച്ച് ആർഷഭാരത സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനപരമായ ഗ്രന്ഥങ്ങളിലൊന്നാണ് ഋഗ്വേദം. ആ ഋഗ്വേദത്തിലെ ഇന്ദ്രന്റെ സോമപാനത്തെ പറ്റി, സുരാപാനത്തെ പറ്റി വളരെ വിപുലമായ വർണ്ണനമാണ്. അത് ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിലെ 119-ാമത്തെ സൂക്തത്തിൽ പറയും, ഇതിവാ ഇതിനേ മനോ ഗാമശ്വം സനിയാമിതി കുവി സോമസ്യാപാമിതി. തുതിക്കുന്നവർക്കും പശുവിനെയും കുതിരയെയും കൊടുക്കുകയാണ് എന്റെ സ്വഭാവം, ഞാൻ മൂക്കറ്റം കുടിച്ചിരിക്കുകയാണ് എന്ന് ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. ഭരദ്വാജന്റെ ആശ്രമത്തിലെത്തിയ ഭരതന് ഭരദ്വാജ മഹർഷി കൊടുക്കുന്നത് വീര്യമുള്ള സുര എന്ന മദ്യമാണ്. സുരാം സുരാപഹ പിബത പായസം ച ബുഭുക്ഷിതാഹ എന്ന അയോധ്യാകാന്ഡത്തിൽ 91-ാം സർഗം 52-ാമത്തെ ശ്ലോകത്തിൽ പറയും. വനവാസത്തിന് പോകുന്ന സീത ഗംഗയ്ക്ക് നേരുന്നത് 1000 കുടം മദ്യമാണ്. സുരാകട സഹസ്രേണ മാംസഭൂതൗടനേന ച എന്ന് അയോധ്യാകാന്ഡത്തിൽ പറയും. കഞ്ചാവ് പ്രസാദമായി കൊടുക്കുന്ന ക്ഷേത്രങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ ഇന്ത്യയിലുണ്ട്. കർണാടകയിലെ മൗനീശ്വര ക്ഷേത്രം, മധ്യപ്രദേശിലെ ചിത്രകൂട ഹനുമാൻ ക്ഷേത്രം, ഇവിടെ രണ്ടിടത്തും കഞ്ചാവാണ് പ്രധാനപ്പെട്ട പ്രസാദം. എനിക്ക് സാർ ഇത് ആദ്യം ഇത് എന്ത് കോണ്ടെക്സ്റ്റിലാണ് ഇതിന് ഇത്തരത്തിലുള്ള സംഗതികൾ ഉണ്ട് എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ഇത് പറയുന്ന ഒരു കോണ്ടസ്റ്റ് ഉണ്ട്. കാരണം ഇപ്പൊ ലഹരിക്കെതിരെ നമ്മൾ വളരെ വലിയ രീതിയിൽ ആഞ്ഞടിക്കുകയാണല്ലോ. അപ്പൊ ലഹരി നമ്മൾ സന്ധ്യക്കിരുന്ന ഈ കൃതികളൊക്കെ തന്നെ വളരെ പവിത്രമായി പുണ്യകൃതമായി നമ്മൾ സന്ധ്യക്കിരുന്ന് ചൊല്ലുന്ന കൃതികൾ ഉൾപ്പെടെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ പുരോഗമന മലയാളി ലഹരിക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ സന്ധ്യക്കിരുന്ന ഈ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തിട്ട് കൂടിയാണ് ലഹരിക്കെതിരെ നാം ആഞ്ഞടിക്കുന്നത് എന്നുള്ള കാര്യം സാംസ്കാരിക സാഹചര്യം സൂചിപ്പിക്കുകയാണ്. തന്നെയല്ല, ഞാനിത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം, നമ്മുടെ സാംസ്കാരിക ചടങ്ങുകളിൽ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലെല്ലാം കഞ്ചാവ് പ്രസാദമായിട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു കുറ്റമായിട്ട് വരാത്ത എന്തുകൊണ്ടാണ്? അത് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു പ്രശ്നമല്ലേ. ശിവരാത്രി നാളുകളില് മഹാരാഷ്ട്രയൊക്കെ ഞാൻ അതിന്റെ ഉത്സവത്തിന്റെ ഭാഗമായിട്ട്, ചടങ്ങുകളുടെ ഭാഗമായിട്ടും ഒക്കെ സന്ദർശിച്ചിട്ടുള്ള
ഒരാളാണ്. പ്രത്യേകിച്ച് ഞാൻ തന്ത്രത്തിൽ ഗവേഷണം ചെയ്ത ഒരാളാണ്. തന്ത്രത്തിലായിരുന്നു എന്റെ PhD. അപ്പൊ ഈ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ തന്നെ വളരെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്നതിന് വേണ്ടി സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ കഞ്ചാവ് വളരെ കാര്യമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അത് കുടിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, വലിക്കുന്നുണ്ട്. ഇതിലൂടെ ഞാൻ ഏതെങ്കിലും അർത്ഥത്തിൽ നിയമപരമായി നിലനിൽക്കുന്ന സംവിധാനത്തെ എതിർക്കുകയല്ല. ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്, അത് മനസ്സിലാക്കാൻ വേണ്ടി. ഇനി ഞാൻ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വന്നാൽ, ഡോക്ടർ KR അജിതന്റെ പഠനം സൂചിപ്പിക്കുന്നത്, അദ്ദേഹത്തിന്റെ പഠനത്തിലെ വാക്കുകൾ തന്നെ ഞാൻ ഉദ്ധരിക്കാം. രാജ്യത്തേക്കുള്ള മയക്കുമരുന്ന് ഇറക്കുമതിയുടെ പ്രധാന ഗേറ്റ്വേ മുൻഡ്രായ് പോർട്ടാണെന്നതും കുറ്റവാളികളെ കണ്ടുപിടിച്ച് നിയമത്തിന് കീഴിൽ കൊണ്ടുവരുന്നതിൽ അധികൃതർ കൂടെ പരാജയപ്പെടുന്നുവെന്നും ഡോക്ടർ KR അജിതൻ തന്റെ പഠനത്തിൽ അഭിപ്രായപ്പെടുന്നുണ്ട്. 2021 ജൂൺ മാസത്തില് 300 കിലോ ഹെറോയിൻ ന്യൂഡൽഹിക്കടുത്ത് ആലിപ്പൂരിൽ അപ്രത്യക്ഷമായെന്ന് അജിതൻ എഴുതുന്നു. സാർ, ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള കണക്കുകളാണ് സാർ. അത് വളരെ വ്യക്തമായി തന്നെ നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്ത കണക്കുകളാണ്. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം രാജ്യത്ത് മയക്കുമരുന്ന് സുലഭമാണ്, ലഹരി സുലഭമാണ്. അതിനെതിരെയുള്ള പോരാട്ടം രാജ്യമെമ്പാടും നടക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ അടുത്ത കാലത്തായി വളരെയധികം റെയ്ഡുകൾ നടക്കുന്നു, പിടിക്കുന്നു. പക്ഷേ ചിലരെ പിടിക്കുമ്പോൾ മാത്രം എന്തുകൊണ്ട് അത് ഇരവാദം ഉയരുന്നു, അത് ജാതിയുടെ തലത്തിലേക്ക് പോകുന്നു, അതിൽ രാഷ്ട്രീയം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അല്ല, എന്റെ ചോദ്യം വളരെ നിസ്സാരമാണ്. എന്തുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ സമൂഹത്തിലെ വളരെ ഉന്നതമായ മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകളിലേക്കൊന്നും ഈ അന്വേഷണം എത്തുന്നില്ല? മുഖ്യധാരയ്ക്ക് പുറത്തുള്ള ആളുകളിലേക്ക് മാത്രമേ ഈ അന്വേഷണം എത്തൂ. ഞാൻ ഈ പഠനം ഉദ്ധരിച്ചത് എന്തുകൊണ്ടാണ്? ഇതിന്റെ ഇടയ്ക്കുള്ള കണ്ണികൾ, ഏറ്റവും ലാസ്റ്റുള്ള കണ്ണികളിലേക്ക് മാത്രം അന്വേഷണം എത്തുകയും വലിയ രീതികളിൽ ഇത് വിതരണം ചെയ്യുന്ന വിതരണ ശൃംഖലകളിലേക്ക് അന്വേഷണം പോകാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പഠനങ്ങളെല്ലാം സൂചിപ്പിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ കേവലമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞാൽ വഴിതെറ്റിക്കും. അപ്പം വലിയ രീതിയിൽ വിപുലമായ കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ വളരെ ചെറിയ ആളുകളെ മാത്രം ഇതിലേക്ക് പിടിക്കുകയും ഇവരാണ് ലഹരിയുടെ ഏറ്റവും വലിയ വക്താക്കളും പ്രോക്താക്കളും വിതരണക്കാരെന്ന് സ്ഥാപിക്കുകയും ഇതിന്റെ വമ്പൻ ശൃംഖലകളെ ഒരു തരത്തിലും നമ്മൾ അഡ്രസ് ചെയ്യാതെ അതിലേക്ക് അന്വേഷണം എത്താതിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അവസാനത്തെ ഒരു പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് ഈ പുലിനകത്തിന്റെ ഇഷ്യൂലാണല്ലോ കൂടുതൽ മൂർഖമായിട്ട് പ്രശ്നഭരിതമായിട്ട് നിൽക്കുന്നത്. നമ്മൾ സുരേഷ് ഗോപിയുടെ കഴുത്തില് ഒരു പുലിനകമുള്ള വീഡിയോ വളരെ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് സുരേഷ് ഗോപിയുടെ കഴുത്തിൽ കിടക്കുന്ന ആ പുലിനകം ഒന്ന് അന്വേഷിക്കണമെന്ന് നമ്മുടെ സിസ്റ്റത്തിന് തോന്നാത്ത എന്തുകൊണ്ടാണ്? ഇതുപോലെ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, പല ആളുകളുടെയും കഴുത്തിൽ ഇതുപോലെ പുലിനകം കിടക്കുന്നതായിട്ട് നമുക്ക് കണ്ടു. അപ്പൊ അത്തരം പുലിനകങ്ങൾ പല ആളുകളും ധരിക്കുന്നുണ്ട് കേരളത്തിൽ. വേടന്റെ കഴുത്തിലെ ഈ പുലിനഖം ഒറിജിനൽ ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. അതിനുശേഷമാണ് നടപടികളിലേക്ക് കടന്നത്. മറ്റൊക്കെ ഇനി പരിശോധിക്കണം. സുരേഷ് ഗോപിയുടെ കഴുത്തിൽ കിടക്കുന്ന ഒറിജിനൽ ആണോ? മാർക്കറ്റിലൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് പുലിനഖങ്ങൾ ലഭ്യമാണ് സാർ. അല്ല, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും പരിശോധിക്കണം എന്നുള്ളതാണ് എന്റെ ചോദ്യം. പരിശോധിക്കണം എന്നുള്ളതാണ് എന്റെ ആവശ്യം. അപ്പൊ ഞാൻ ഉന്നയിക്കുന്ന രണ്ട് പ്രശ്നങ്ങളേ ഉള്ളൂ. ഇത് മുഖ്യധാരയിലുള്ള പ്രധാനപ്പെട്ട കണ്ണികളിലേക്ക് അന്വേഷണം പോകാതിരിക്കുകയും മറ്റു ചില ആളുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് വലിയ ഭീകര പ്രശ്നമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നിടത്താണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത്. അതിലേക്കാണ് ഞാൻ പോകുന്നത്. അല്ലാതെ നിയമപരമായിട്ടുള്ള സംവിധാനം ഒരാളെ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ അത്തരം നടപടിക്രമങ്ങൾ നടക്കുന്നു എന്നതിലല്ല. ഞാൻ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഒരാളെ സോഷ്യൽ മീഡിയ നോക്കൂ, വംശീയമായ അധിക്ഷേപമാണ് വേടനെതിരെ നടക്കുന്നത്. നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലുടനീളം കാണുന്നത്. ഇത് കേരളത്തിൽ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നേരെ ഇത്തരം ഒരു വംശീയമായ അധിക്ഷേപം നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അയാളെ രക്ഷിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളായിരിക്കും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. ഒരു സമൂഹം തന്നെ, ഇപ്പൊ വിനായകനെതിരെ ഒരു പ്രശ്നം നടന്നാൽ വിനായകൻ മാത്രമല്ല, വിനായകൻ ഉൾപ്പെടുന്ന സമൂഹത്തെ തന്നെ കുറ്റവാളിയാക്കുന്ന രീതിയിലുള്ള പ്രചാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും. പക്ഷെ മറ്റാരെങ്കിലും ആണെങ്കിൽ അത്തരം ഒരു പ്രചാരണം കാണാൻ കഴിയില്ല. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തെ നിയമപരമായിട്ടുള്ള രീതിയിൽ നടപടികൾ നടക്കുന്നു. പക്ഷെ പ്രശ്നം എന്താണ്? അയാളെ ഈ പറയുന്ന കലാരംഗത്ത് നിന്ന് തന്നെ സമ്പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യണം എന്ന് പറയുന്ന രീതിയിലുള്ള പ്രചാരണം തീർച്ചയായും അത് അനുവദിക്കാൻ പറ്റില്ല. പക്ഷേ നിയമപരമായുള്ള നടപടികൾ അത് സംഭവിക്കുകയും ചെയ്യും. വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു. കാരണം ഇതിൻ്റെ എപ്പോഴും ചർച്ചകളിൽ പങ്കെടുക്കുന്ന, ലഹരിക്കെതിരെയുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്ന അതിഥികൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രസക്തമാണ്. അത് ഏറ്റവും മോൾത്തട്ടിലുള്ള ആളുകളെ ഇതിൻ്റെ കൃത്യമായി തന്നെ പിടികൂടണമെന്നുള്ളത്. ശ്രീജിത്ത് പണിക്കർ, ഇവിടെ ഒരു വേട്ടയും ഗൂഢാലോചനയും ഒക്കെ സംശയിക്കേണ്ട സാഹചര്യമുണ്ടോ? കാരണം സമൂഹത്തിൽ സ്വാധീനമുള്ള ആളുകൾ ഇത്തരം കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമായൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന ആരോപണങ്ങളിലൊന്ന്. നമുക്കറിയാം, വേടൻ്റെ രാഷ്ട്രീയം അറിയാം, വേടൻ ലഭിക്കുന്ന പിന്തുണ അറിയാം, വേടനെ എത്ര ജനങ്ങളെ വേടൻ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതറിയാം. ചെറുപ്പക്കാരൊക്കെ ഈ കഴിഞ്ഞ ദിവസം കനകക്കുന്നിലൊക്കെ ഒരു പരിപാടി നടന്നപ്പോൾ അവിടെ തടിച്ചുകൂടിയ യുവതലമുറയെ കണ്ടതാണ്.
അത്രത്തോളം വലിയ ആൾക്കൂട്ടമായിരുന്നു അവിടെ സംഭവിച്ചിരുന്നത്. അത്രത്തോളം ആളുകളെ സ്വാധീനിക്കാൻ കഴിവുള്ളൊരു വ്യക്തി അദ്ദേഹത്തെ പേടിക്കുന്നു എന്നുള്ള അഭിപ്രായത്തോട് താങ്കളുടെ പ്രതികരണം എന്താണ്? ശ്രീ രഞ്ജിത്ത്, തീർച്ചയായിട്ടും പേടിക്കുന്നുണ്ട്. എന്താ തിരിച്ചു വരാം സാർ. തിരിച്ചു വരാം സാർ. ശ്രീജിത്ത് പണിക്കർ. ശ്രീ രഞ്ജിത്ത്, നമ്മൾ ഇങ്ങനെയുള്ള ഒരു കാലിക പ്രസക്തിയുള്ള ഒരു ചർച്ചയെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഈ പഴയ പുരാണങ്ങളിലേക്കും അതിലെ പരാമർശങ്ങളിലേക്കുമൊക്കെ പോകുന്നത് കൊണ്ട് നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. എന്തായാലും ശ്രീ TS ശ്യാംകുമാർ പറഞ്ഞിരിക്കുന്നതിനുള്ള അത്രയും ഭാഗത്തിനുള്ള ഏറ്റവും ലളിതമായ മറുപടി, നമ്മൾ ഇന്ന് ജീവിക്കുന്നത് കൃതയുഗത്തിലോ ത്രേതായുഗത്തിലോ ദ്വാപരയുഗത്തിലോ ഒന്നുമല്ല. നമ്മൾ താമസിക്കുന്നത് വർഷം 2025-ലാണ്. നമ്മളെ ഗവേൺ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയും നമ്മൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളുമാണ്. അത് മതനിയമങ്ങളല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തെ നിയമനിർമ്മാണ സഭകൾ ഉണ്ടാക്കിയിരിക്കുന്ന നിയമമാണ്. അപ്പോൾ ആ നിയമപ്രകാരം ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ട് 2 തരത്തിലുള്ള കുറ്റങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഏതൊരു ലഹരി വസ്തുവുമായി ബന്ധപ്പെട്ട്. അതിലൊന്ന് ഇത് കൈവശം വെക്കുക, അതിൻ്റെ ട്രേഡ് നടത്തുക എന്നുള്ളതും 2 അത് കൺസ്യൂം ചെയ്യുക എന്നുള്ളതുമാണ്. ഇതിൽ ഒന്ന് പിടിച്ചതിന് ശേഷമേ മറ്റേത് പിടിക്കാവൂ എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യമില്ല. ഒരാൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൺസ്യൂം ചെയ്യുന്ന ആളിനെ പിടിക്കുന്നതിന് അതിൻ്റെ ഫുൾ ചെയിനിനെ, അതിൻ്റെ എല്ലാ നെറ്റ്വർക്കിനെയും ബസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ബസ്റ്റ് ചെയ്യാവൂ എന്നൊരു നിയമമില്ല. അപ്പോൾ ഇവിടെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എക്സൈസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പക്ഷേ വേടൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് ഇതുമായി ബന്ധപ്പെട്ട ഉപയോഗമുണ്ടാകുന്നു എന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ടായിട്ടുണ്ടാകാം. ആ ഇൻഫർമേഷൻ അനുസരിച്ച് അത് ശരിയാണോ എന്നുള്ള ഒരു വെരിഫിക്കേഷൻ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയും ഈ ഒരു സാഹചര്യത്തിൽ അവർ കാണുന്നു. അപ്പോൾ അവരത് കൺസ്യൂം ചെയ്തിട്ടുണ്ടാകാം എന്ന രീതിയിലത്തേക്കുള്ള സംശയം ഉണ്ടാകുന്നു. അവിടെ ഇതിൻ്റെ മണമുണ്ട് എന്ന് പറയുന്നു. അവിടെ 6 ഗ്രാം കഞ്ചാവ് കണ്ടെടുക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള, ഞാൻ പറയുന്നത് കൃതയുഗത്തിലെയോ ദ്വാപരയുഗത്തിലെയോ ത്രേതായുഗത്തിലെയോ നിയമങ്ങൾ അനുസരിച്ചല്ല, മറിച്ച് ഈ കലിയുഗത്തിൽ ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ നിയമങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള പൗരാവകാശം അവിടെ ലംഘിക്കപ്പെടുന്നില്ല എന്നിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത്. അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന വകുപ്പാണ് എങ്കിൽ സ്റ്റേഷൻ ജാമ്യം അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യുന്നു. അതവിടെ നിഷേധിക്കപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണ്. പക്ഷെ അങ്ങനെ നിഷേധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അത് കയ്യിൽ നമ്മൾ എത്രയാണോ പൊസഷനിൽ നിന്ന് ഒരാളിൻ്റെ എത്ര ഗ്രാം ആണോ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് സ്റ്റേഷൻ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലത്തേക്കുള്ള അളവായതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യം അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ നിയമ സംവിധാനം അദ്ദേഹത്തിനോട് ഡിസ്ക്രിമിനേറ്ററി ആയിട്ട് പെരുമാറിയിട്ടുണ്ടോ ഇല്ലയോ, ഇത് മാത്രമാണ് ചോദ്യം. അപ്പോൾ ആ ചോദ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു, ജസ്റ്റിഫൈഡ് ആകുന്നു. അദ്ദേഹത്തിന് ജാമ്യം കിട്ടാവുന്ന വകുപ്പ് മാത്രമാണ് അവിടെ ഉള്ളത്, ജാമ്യം കിട്ടുന്നു. അപ്പോൾ ആ ഒരു കേസിൽ നിന്ന് അദ്ദേഹത്തിന് ബാക്കിയുള്ള നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം. ഞാൻ ചോദിക്കുന്നത്, ഷൈൻ ടോം ചാക്കോയുടെ വിഷയം നമ്മൾ ഈ അടുത്തിടെ ചർച്ച ചെയ്തു. ഷൈൻ ടോം ചാക്കോയുടെ കയ്യിൽ നിന്ന് ഈ സബ്സ്റ്റൻസ് കണ്ടെത്തിയിട്ടുണ്ടോ? 6 ഗ്രാം പോയിട്ട് 0.6 ഗ്രാം എങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അദ്ദേഹത്തിനെതിരെയും അതിശക്തമായ രീതിയിലത്തേക്കുള്ള അന്വേഷണമുണ്ട്. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഡി അഡിക്ഷൻ ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു ഡി അഡിക്ഷൻ സെന്ററിലേക്ക് വിട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അത് ഷൈൻ ടോം ചാക്കോയാണോ, ശ്രീനാഥ് ഭാസിയാണോ, ഖാലിദ് റഹ്മാനാണോ, വേടനാണോ എന്നിങ്ങനെ പ്രത്യേകിച്ച് ജാതിയോ മതമോ നിറമോ വംശമോ നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായമോ ഒന്നും നോക്കിയതിന് ശേഷമല്ല കലിയുഗത്തിലുള്ള നമ്മുടെ നിയമങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുക? ഇതിൻ്റെ ഈ എൻ്റയർ നെറ്റ്വർക്കിനെ ബസ്റ്റ് ചെയ്യണം. തീർച്ചയായിട്ടും നമ്മൾ എത്രയോ തവണ ഇത്തരത്തിലുള്ള ചർച്ചകളിൽ പങ്കെടുത്തത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ന് കരുതി ഈ ആൾ ഉപയോഗിക്കുന്ന ഒരു വസ്തു അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ വംശീയമായിട്ട് ആക്രമിക്കുകയാണ്, അദ്ദേഹത്തിനെ ഇവിടെ ഉന്മൂലനം ചെയ്യാൻ ആൾക്കാർ ശ്രമിക്കുന്നു. ആരെ ശ്രമിച്ചേ? നേരെ മറിച്ച് അദ്ദേഹത്തിനെ ജാതീയമായി പിന്തുണയ്ക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുടെ പേരിലാണ് അദ്ദേഹത്തിനെ ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞ്, അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ വീര്യം കൊണ്ടാണ് അദ്ദേഹത്തിനെ ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞ്, അദ്ദേഹം പറയുന്ന സാമൂഹ്യ സന്ദേശം ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് അദ്ദേഹത്തിനെ ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആൾക്കാരാണ് അദ്ദേഹത്തിനെ ഇതിനെ വേട്ടയാടൽ എന്ന് പറയുന്നത്. നമ്മൾ എന്നു മുതലാണ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലഹരി വേട്ട എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ലഹരി ഉപയോഗിക്കുന്ന ആളിനെ കസ്റ്റഡിയിൽ എടുക്കുകയോ പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് വേട്ടയാടലാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ജാതി തിരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, ജാതി കാർഡ് ഇറക്കുന്നു, വീണ്ടും നിറത്തിൻ്റെയും വംശത്തിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ ആൾക്കാരൊക്കെ ഇവിടെ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്നറിയോ? സബ്സ്റ്റൻസ് അബ്യൂസിനെയാണ്. അതായത് ഈ വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരാളിന് അയാൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും അയാളെ ഒരേപോലെ കാണാവൂ എന്ന് പറയുന്നതിന് പകരം ഈ ആൾക്കാരൊക്കെ ഇതിനു മുമ്പ് എവിടെയായിരുന്നു നമ്മൾ ചോദിക്കണം. ഇപ്പോൾ ശ്രീനാഥ് ഭാസിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാൻ ഹാജരായിക്കൊണ്ട് നോട്ടീസ് കൊടുക്കുന്ന സമയത്ത് ഇവരൊക്കെ എവിടെയായിരുന്നു? ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് ഇവരൊക്കെ എവിടെയായിരുന്നു? ഖാലിദ് റഹ്മാനുമായി ബന്ധപ്പെട്ട് ഇവരൊക്കെ എവിടെയായിരുന്നു? കഴിഞ്ഞ ദിവസം ഒരു മോഡലിനെ ചോദ്യം ചെയ്യുന്നു, ഇവരെവിടെയായിരുന്നു? അന്നേരമൊന്നുമില്ലാതെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഈ ഒരു അവസരത്തിൽ ഇത് പറയുന്നു. ഇനി 2, സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുലി നഖമോ പുലിയുടെ പല്ലോ
അങ്ങനെ എന്തെങ്കിലും കാര്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടാം. അങ്ങനെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പോകാം. ഇപ്പൊ വേടനുമായി ബന്ധപ്പെട്ട് ഈ പുലിപ്പല്ലായിരുന്നില്ല പ്രശ്നം. അവിടെ ഉണ്ടായിരുന്നത് ഈ കഞ്ചാവ് കേസാണ്. കഞ്ചാവ് കേസിൽ അദ്ദേഹം അവിടെ എത്തുന്ന സമയത്ത് അവിടെയുള്ള ഉദ്യോഗസ്ഥർ അവരുടെ ഒബ്സർവേഷനിൽ അവർ കാണുന്നു, ദാ അദ്ദേഹത്തിന്റെ മാലയിൽ പുലിപ്പല്ലുണ്ട്. അപ്പൊ അവർ വനം വകുപ്പിനെ അറിയിക്കുന്നു. അതല്ലാതെ ദാ ഇദ്ദേഹത്തിന്റെ മാലയിൽ ഇത് കിടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇവരാരും പോയി അന്വേഷിച്ചതല്ല. അവിടെ വെച്ച് മറ്റൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ കാണുമ്പോൾ ഇത് അറിയിക്കുകയാണ്. അത് അറിയിക്കുന്നത് ജസ്റ്റിഫൈഡ് അല്ലേ, നിയമപ്രകാരമല്ലേ, അങ്ങനെയല്ലേ ഒരു ഉദ്യോഗസ്ഥൻ പെരുമാറേണ്ടത്. അപ്പൊ അത് വന്നതിന് ശേഷം അവർ പ്രാഥമികമായിട്ടുള്ള പരിശോധന നടത്തുന്നു. ഇനി സുരേഷ് ഗോപി ധരിക്കുന്ന മാലയിൽ ഇതേപോലെയാണ് എന്ന് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ വിളിച്ചു പറയുക, ദാ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു സംശയമുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യൂ എന്ന് പറയുക. അതല്ലാതെ ഇതിനൊന്നും നമ്മൾ പോകാതെ ദാ സുരേഷ് ഗോപി ധരിക്കുന്നുണ്ടല്ലോ, വേടൻ ധരിച്ചാലാണോ പ്രശ്നം എന്ന് പറഞ്ഞാൽ, വേടൻ ധരിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതോറിറ്റീസ് കണ്ട് അവർ മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്ത് നിയമപ്രകാരം അവരുടെ ഇന്റർവെൻഷൻ അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ എങ്ങനെ ഉണ്ടാകും? സുരേഷ് ഗോപിയുടെ നേരത്തെ ഒരു PY രജിസ്ട്രേഷനുള്ള വാഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാകില്ലേ? അപ്പോൾ ആ സമയത്ത് സുരേഷ് ഗോപി ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയത്തിന്റെ ആളാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രത്യേക വരേണ്യ വർഗ്ഗക്കാരനാണ്, നമുക്ക് എക്സംഷൻ കൊടുക്കാം എന്നാരും തീരുമാനിച്ചിരുന്നില്ലല്ലോ. അത് ഇപ്പോൾ തന്നെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളുടെ പേരിൽ, പൊതുസ്ഥലത്തുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകളുടെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസുകളുണ്ട്. മാധ്യമങ്ങൾ തന്നെ അദ്ദേഹത്തിനെതിരെ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. മാധ്യമ ക്ലബ്ബുകൾ അല്ലെങ്കിൽ അവരുടെ അസോസിയേഷനുകൾ അദ്ദേഹത്തിനെതിരെ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, നമ്മളിവിടെ ലളിതവൽക്കരിക്കാൻ പാടില്ല. എല്ലാ കാര്യത്തിലും നമ്മൾ ജാതി കാർഡും നിറവും വർണ്ണവും ഇതൊന്നും തന്നെ ഉപയോഗിക്കേണ്ടതില്ല. ഇന്ന് പോലീസ് വേടനെ അവിടെ നിന്ന് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് മാധ്യമങ്ങൾ ആ ഒരു ഡോറിന്റെ വിൻഡോ പെയിൻ താഴ്ന്നിരുന്ന സമയത്ത് ഉള്ളിലേക്ക് എല്ലാ മാധ്യമങ്ങളുടെയും മൈക്ക് വെച്ചതിന് ശേഷം വേടനോട് ചോദിച്ചപ്പോൾ വേടൻ പറഞ്ഞതെന്താ? നിങ്ങളുടെ എല്ലാ ആർഗ്യുമെന്റിനെയും ഒരൊറ്റ ഇൻസ്റ്റൻസിൽ തകർക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് പറഞ്ഞത്. ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ്, അർത്ഥശങ്കക്കിടയില്ലാതെ വളരെ കൃത്യമായി കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണെന്ന് വേടൻ പറയുന്നുണ്ട്. തനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് പുള്ളി ഉപയോഗിക്കുന്ന കാര്യത്തിൽ പറയുന്നുണ്ട്. താന് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നൊക്കെ വളരെ നിഷ്കളങ്കമായി പറയുന്നുണ്ട് വേടൻ. എക്സാക്ട്ലി. അപ്പൊ ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന്റെ പരസ്യമായിട്ടുള്ള ഒരു അഡ്മിഷൻ ഇവിടെയുണ്ട്. ഞാൻ കുടിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് എന്ന് അദ്ദേഹം പറയുന്നു. ത്രേതായുഗത്തിലുള്ള ആളായതുകൊണ്ടല്ല, നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ആളായതുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹം അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം മദ്യപിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ലീഗലായിട്ട് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അദ്ദേഹത്തിന് ഉപയോഗിക്കാം. വലിക്കുക എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം ചിലപ്പോൾ സിഗരറ്റോ ബീഡിയോ വല്ലതും വലിക്കുന്നുണ്ടായിരിക്കും, അത് അനുവദിക്കപ്പെടുന്നതാണ്. പക്ഷെ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറയുന്നത് ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് എന്ന് തന്നെയാണ്. ഇത് കേട്ടതിന് ശേഷവും അദ്ദേഹത്തിനെ ഉന്മൂലനം ചെയ്യാൻ ആര് പറഞ്ഞു ഇങ്ങനെ ഉന്മൂലനം ചെയ്യണമെന്ന് ആര് പറഞ്ഞു? ഇപ്പൊ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസ് വന്നപ്പോൾ അവിടെ ആൾക്കാരെന്താ പറഞ്ഞത്? അസോസിയേഷനുകൾ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിനെ വേണമെങ്കിൽ അദ്ദേഹത്തിന് വൺ ടൈം മാപ്പ് കൊടുക്കാം, അദ്ദേഹത്തിനെ വീണ്ടും സഹകരിപ്പിക്കാം, അദ്ദേഹത്തിന്റെ പ്രശ്നം മാറ്റണം, പ്രശ്നത്തിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, ഇവിടെ ലഹരിയാണ് വില്ലൻ, ഷൈൻ ടോം ചാക്കോ അല്ല എന്നൊക്കെയാണ്. അപ്പോൾ ഇവരെ ആരെയും തന്നെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. മറിച്ച് നിയമവിധേയമായിട്ടുള്ള നമ്മുടെ നാട്ടിലെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമസംഹിത പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ വേടനെന്നല്ല ഈ നാട്ടിലുള്ള എല്ലാവരും, ഏത് ജാതി മത വിഭാഗത്തിലുള്ള ആൾക്കാരാണെങ്കിലും ബാധ്യസ്ഥരാണ്. അതിനൊരു പ്രത്യേക ജാതിക്കോ മതത്തിനോ വിഭാഗത്തിനോ എക്സംഷൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം മറ്റേതൊരാളിനെതിരെയുമുള്ള അന്വേഷണം പോലെ മാത്രമാണ്. അതിൽ വെറുതെ അസ്വസ്ഥത കൊണ്ടിട്ട് യാതൊരു. ശ്രീമതി മൃദുലാദേവി, ഇവിടെ നമുക്കറിയാം ഈ വേടന്റെ പരിപാടികളിൽ ആരാധിക്കപ്പെട്ട് വരുന്ന തടിച്ചുകൂടുന്ന അനവധി ആളുകൾ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട അവരുടെയൊക്കെ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. വേടന് വലിയ പിന്തുണയാണ് ആ തരത്തിൽ ലഭിക്കുന്നത്. ലഹരിക്കെതിരെ തൻ്റെ പരിപാടികൾ പ്രചരണം നടത്തിയിരുന്നു. സിന്തറ്റിക് ഡ്രഗ്സ് ആരും ഉപയോഗിക്കരുത് എന്ന് വേടൻ പറഞ്ഞിരുന്നു. ഇത് ഉപയോഗിക്കുന്ന 10 പേരിൽ 2 പേർ മരിക്കുകയാണ്. ഒരുപാട് മാതാപിതാക്കൾ എൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വളരെ നിങ്ങളുടെ ചേട്ടനാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായ സന്ദേശം കൊടുക്കുന്ന വേടൻ ഒരു മാതൃകയായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ആ വേടൻ തന്നെ ഇങ്ങനെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് കഞ്ചാവ് കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുമ്പോൾ അതിനെ മറ്റൊരു തരത്തിൽ കാണുന്നത് എന്തുകൊണ്ടാണ്? വല്ലാത്ത ഒരു പിന്തുണ ഒരു വിഭാഗത്തിൽ നിന്ന് വേടൻ ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? വല്ലാത്ത ഒരു പിന്തുണ കേരളത്തിൽ നിന്നാണ് ലഭിക്കുന്നത്, ഒരു വിഭാഗത്തിൽ നിന്നല്ല. ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കാം. ഒരു വിഭാഗം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വേടന്റെ ആരാധകരായ ചെറുപ്പക്കാരായ അങ്ങനെ അനവധി ആളുകൾ. മലേഷ്യയിൽ നിന്നുണ്ട്, തായ്ലൻഡിൽ നിന്നുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്നുണ്ട്. ഓൾ ഓവർ ദ വേൾഡ് മ്യൂസിക് ഹാസ് നോ ലാംഗ്വേജ്, നോ ബാരിയേഴ്സ് ആൻഡ് ഇറ്റ് ക്യാൻ ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് ആൻഡ് സൗത്ത് എന്ന് വിശ്വസിക്കുന്ന ലോക സമൂഹങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. എസ്പെഷ്യലി മലയാളികൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു സ്വഭാവമുണ്ട്. ഒരു
പ്രിവിലേജ്ഡ് കാസ്റ്റിൽ അല്ലാത്ത ആളുകളെ അംഗീകരിക്കില്ല. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ഇപ്പൊ തന്നെ അങ്ങോട്ട് പോയി വേടനെ കാണാൻ പോയിരിക്കുന്ന ഒരു ഭൂരിഭാഗം ആൾക്കാരും ഇവിടുത്തെ ദളിത് സമൂഹം ഒന്നുമല്ല. ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. മലയാളികൾ അദ്ദേഹത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത്രയധികം പോപ്പുലർ പൊളിറ്റിക്സിന്റെ ഭാഗമായ മറ്റൊരു കലാകാരൻ ഇതുവരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അത്രയ്ക്കും ഒരു മാസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു വിഭാഗത്തിന്റെ തലയിൽ അത് വെക്കരുതെന്ന് പറയുന്നു. പിന്നെ ഇരകൾക്ക് വാദിച്ചാൽ എന്താണ് കുഴപ്പം എന്നൊരു ചോദ്യം ചോദിക്കുന്നു. അതും എനിക്കൊരു സംശയമാണ്. ഇത്തരം പ്രയോഗങ്ങൾ കുറച്ച് അപകടം പിടിച്ചതാണ്. ഇതാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഒരു വിഭാഗം എന്ന ആൾക്കാർ ഇല്ല. ബാക്കി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് അങ്ങനെ ഒരു പിന്തുണ കിട്ടുന്നു? നമ്മുടെ നിയമ സംവിധാനങ്ങൾ വഴി അറസ്റ്റിലായ ഒരാള് അയാൾ അറസ്റ്റിലാകുന്നത് മാത്രം. നേരത്തെ പോലെ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലാകുന്നു, ശ്രീനാഥ് ഭാസി അറസ്റ്റിലാകുന്നു, ആലപ്പുഴ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഇന്നും നിരവധി ചോദ്യം ചെയ്യൽ നടക്കുന്നു. അവരൊക്കെ പ്രതികളാണ് അല്ലെങ്കിൽ ഉപയോഗിച്ചവരാണ്. ഇവിടെ വേടൻ മാത്രം അത് ചെയ്യുമ്പോൾ വേടൻ ഇരയാണ് അല്ലെങ്കിൽ വേടൻ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ്, വേടനെ ആരൊക്കെ പേടിക്കുന്നതുകൊണ്ടാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ്. അത് അവരാണ് ആൻസർ പറയുന്നത്. അങ്ങനെ പറഞ്ഞവരിൽ ആരെയെങ്കിലും കൊണ്ട് ഇരുത്തിയിട്ട് ചർച്ച ചോദിക്കുകയാണെങ്കിലും അത് പറയാൻ പറ്റും. അവരുടെ മെന്റാലിറ്റി എനിക്ക് പറയാൻ പറ്റില്ല. എന്നോട് എന്റെ ഭാഗം ചോദിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് താങ്കളുടെ അഭിപ്രായം? വേടന് ഈ കഞ്ചാവ് കേസിൽ വളരെ കൃത്യമായി പിടിക്കപ്പെട്ട ഒരാളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പുലിദഹവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട ആളാണ്. ആ രീതിയിൽ ശിക്ഷിക്കപ്പെടണം. വേടന്റെ സംഗീതത്തെ നമ്മളൊക്കെ ആരാധിക്കുന്നവരാണ്, ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ അങ്ങനെ ഒരാൾ സമൂഹത്തിന് ഒരുപാട് ആളുകൾ മാതൃകയാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരാൾ ഇത്തരത്തിലൊരു കേസിൽ പിടിക്കപ്പെടുമ്പോൾ താങ്കൾ എന്താണ് അതിനെ കരുതുന്നത്? ഒന്നാമത്തെ കാര്യം, ഞാൻ വേടൻ ഒരു എന്തിന്റെയും ഒരു മോഡൽ ആണെന്ന് ഞാൻ കരുതിയിട്ടില്ല. വേടൻ ഈസ് നോട്ട് എ ഫൈനൽ വേർഡ് ഓഫ് നത്തിങ്. ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഒന്നിന്റെയും ഒരു ഭാഗം ഞാൻ കരുതിയിട്ടില്ല. അങ്ങനെ കരുതുന്ന ആൾക്കാരൊക്കെ എന്ന് പറയുന്നത് ഫാൻസ് അസോസിയേഷൻ പ്രവർത്തനമാണ്. എന്റേത് ഫാൻസ് അസോസിയേഷൻ പ്രവർത്തനമല്ല, എന്റേത് അംബേദ്കറിസമാണ്. അംബേദ്കറിസം എന്ന് പറയുന്നത് നീതിപൂർവമായ സഹാനുഭൂതിയോടെയുള്ള അന്വേഷണമാണ്. അതിന്റെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു എന്റെ പോസ്റ്റുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് നമ്മുടെ മീഡിയയിലൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത ഒരു നിലപാട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. ഞാൻ എന്നും എക്കാലവും ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ ഒപ്പം തന്നെയാണ്. ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ട്. എനിക്ക് അതിന് 3 റീസൺ ആണ്. ഒന്ന്, ഞാൻ ഒരു ആഗോള സിറ്റിസൺ ആണ് പ്രധാനമായി. 2, ഞാൻ അതിലെ ഏഷ്യൻ രാജ്യത്തിലെ ഇന്ത്യയിലെ ഒരു മാർജിനലിസ്റ്റ് സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു അംബേദ്കറൈറ്റ് ആണ്. മറ്റൊന്ന്, ഞാനൊരു അധ്യാപികയാണ്. ഈ 3 കാരണം കൊണ്ട് തന്നെ ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി തന്നെയാണ് നിൽക്കുന്നത്. അതിന്റെ മുൻപിൽ കൂടി ഞാൻ ശ്രീനാഥ് ഭാസി ആയിക്കോട്ടെ, ഷൈൻ ടോം ചാക്കോ ആണെങ്കിൽ, അല്ലെങ്കിൽ വേടനെ ആരും ഞാൻ അവരെ നോക്കുന്നില്ല. ഞാൻ അവരുടെ കുലം, ജാതി, മതം, വർഗം, വർണ്ണം യാതൊന്നും ഞാൻ നോക്കുന്നില്ല. അരക്കഴിഞ്ച് കഞ്ചാവ് പോലും ആര് ഉപയോഗിച്ചാൽ, സിന്തറ്റിക് ഓർ നോട്ട്, എന്തുമായിക്കോട്ടെ, അതിനെ ഞാൻ യാതൊരു തരത്തിലും അംഗീകരിക്കില്ല. ഞാൻ ഒരു സൈബർ ഫാൻസ് അസോസിയേഷൻ വ്യക്തിയല്ല. പക്ഷേ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ മിക്കവാറും പഠിപ്പിച്ച എല്ലാ സ്കൂളുകളും, കേന്ദ്രീയ വിദ്യാലയം അടക്കമുള്ള സ്കൂളുകളിൽ നിന്ന് പഠിപ്പിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ ഞാനിവിടെ മഹാരാഷ്ട്രയിലെ ഒരു സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്, പ്രൈവറ്റ് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. എല്ലായിടത്തും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലെ ഒരു അധ്യാപിക എന്ന രീതിയിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള, അതായത് നമ്മുടെ ഗവൺമെന്റ് സ്കർട്ട് ആൻഡ് NCERT നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് സഹാനുഭൂതിയോടെ ചേർത്ത് പിടിക്കണം എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ അദ്ദേഹത്തിന്റെ വേടന്റെ ഇവിടെ കണ്ടത്, ഫ്ലാറ്റിൽ കണ്ടെത്തിയത്, ഞാൻ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞത് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുക. അത് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി വേടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെ എഗ്രി ചെയ്യില്ല, അത് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് എ ക്രിട്ടിക്കൽ ഇൻസൈഡർ, ഞാനത് എന്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള, അതായത് സമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാ അഭിമാനത്തോടു കൂടി തന്നെയും ആസ് എ ക്രിട്ടിക്കൽ ഇൻസൈഡർ അദ്ദേഹത്തെ ഡിഅഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകണമെന്നും അതിനുശേഷം ശിക്ഷാ നടപടികൾ ഉണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് ശ്രീനാഥ് ഭാസിയുടെ ആയാലും ആരുടെ ആയാലും ഇതിന്റെ തുടക്കത്തിൽ, അതായത് ഈ ലഹരി പോരാട്ടങ്ങൾ തുടങ്ങിയ സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: നിങ്ങൾ വ്യക്തികളെ, അത് ശ്രീനാഥ് ഭാസി ആയിക്കോട്ടെ, ഷൈൻ ആയിക്കോട്ടെ, അത് ആരും ആയിക്കോട്ടെ, അവരെ പിടിച്ച് അകത്തിടുന്നതിനകത്തല്ല, മറിച്ച് ഈ സ്രോതസ് എവിടെ നിന്നാണെന്ന് കണ്ടെത്തണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിനകത്ത് എനിക്ക് മറ്റൊരു അഭിപ്രായമുണ്ട്. അത് വേടന്റെ കാര്യത്തിലല്ല, മറ്റാരുടെ കാര്യത്തിലും. വേടൻ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമ്മതത്തെ ഞാനൊരു വേടന് ആയതുകൊണ്ടല്ല, അതൊരു ഏതൊരു വ്യക്തിയുടെയും സമ്മതത്തിനകത്ത് ഞാൻ പറയുന്നത് എന്തോന്നു, നമ്മൾ ഇന്ന് വരെ, ഞാൻ ഇത്രയും കാലമായിട്ട് ഒരു മയക്കുമരുന്ന് സോഴ്സ് ചെയ്ത സിനിമയിലല്ലാതെ കണ്ടിട്ടില്ല. ടു ബി ഫ്രാങ്ക്, ഞാൻ കണ്ടിട്ടില്ല. കാരണം അത് കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. കാരണം അതിനൊക്കെ നല്ല സർക്കാരിന്റെ പിന്തുണയുണ്ട്. സർക്കാരുകളെ നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റുകളാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറച്ച് ജ്ഞാനബോധം മാത്രം മതി. കാരണം ചിലപ്പോൾ വേടൻ, എനിക്ക് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയില്ല, അദ്ദേഹത്തിന്റെ കൂടെ 9 പേരുണ്ടായിരുന്നു. ഈ 9 പേരെയും സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം. സാധാരണഗതിയിൽ
ഈ മയക്കുമരുന്നൊക്കെ പിടിക്കപ്പെടുമ്പോൾ ഈ മയക്കുമരുന്ന് കൊടുക്കുന്ന വ്യക്തികൾ തന്നെ കൊടുക്കുന്ന ഒരു ഉറപ്പ് ഉറപ്പുണ്ട്. അതായത് പിടിക്കപ്പെട്ടാൽ നിങ്ങൾ അങ്ങ് സമ്മതിക്കാൻ, നിങ്ങളെ ഇറക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റെന്ന് പറയുന്നുണ്ട്. അതിന്റെ കാരണം എല്ലാ മയക്കുമരുന്ന് മാഫിയകളും രാജ്യാന്തര സംഘടനകളാണ്. അവർ പിടിക്കപ്പെടുവാൻ അവർ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പ്രൊട്ടക്ഷനിലൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ, അവർ സംരക്ഷിക്കും. ഒന്ന് അതാകാൻ കാരണം. മറ്റൊന്ന്, തുറന്നു പറഞ്ഞാൽ കൊല ചെയ്യപ്പെടാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വൈദ്യപരിശോധനയുടെ ഫലം വരട്ടെ എന്ന് പറയുന്നു. വേടൻ സമ്മതിച്ചു, വേടൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്ന് സമ്മതിച്ചാലും ഇല്ലെങ്കിലും വാട്ട് എവർ ഇറ്റ് മേ ബി, ഏതൊരു വ്യക്തിയും അരക്കഴഞ്ച് കഞ്ചാവ് ഉപയോഗിക്കുന്നതിനോട് ഞാൻ ഇത് ഒരു തരത്തിലും സമ്മതിക്കില്ല. ഈ ശ്രീനാഥ് ഭാസിയുടെയോ അല്ലെങ്കിൽ ഷാൻഡോ ചാക്കോയുടെയോ ഒന്നും പ്രിവിലേജോ മതമേലധ്യക്ഷ സമൂഹങ്ങളുടെ സപ്പോർട്ടോ ഒന്നും അല്ലാത്തൊരു വ്യക്തിയാണ്. ഏറെ കുറച്ച് വിഭവം മാത്രമുള്ള, വളരെ കുറച്ച് പ്രതിഭകൾക്ക് മാത്രം ജാതി വംശീയത കൊണ്ട് ഉയർന്നു വരുവാൻ ബുദ്ധിമുട്ടുള്ളവരായിട്ട് വേടൻ ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. മറ്റ് രണ്ടാമത്തെ വിഷയത്തിലാണ് ഞാൻ പൂർണ്ണമായും വേടന്റെ ഒപ്പമാണ്. കാരണം ഈ ടൈഗർ ടൂത്ത് വിഷയത്തിൽ. ശരി, ശ്രീ ഖാദർ, ഇവിടെ ഈ നമുക്കറിയാം താങ്കൾ ഒരു ഇൻഫ്ലുവൻസറാണ്. വേടൻ എന്ന വ്യക്തി കഴിഞ്ഞ കുറേ കാലങ്ങളായി, കഴിഞ്ഞ കുറേ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നമ്മുടെ സമൂഹത്തിലുണ്ടാക്കിയ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരു പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളൊക്കെ ആ തരത്തിൽ വലിയ തരത്തിൽ ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിപാടികളിലൊക്കെ ലക്ഷോപലക്ഷം ആളുകൾ പങ്കെടുക്കുന്നുമുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പരിപാടിയിൽ പറഞ്ഞത് ലഹരിക്കെതിരെയുള്ള പോരാട്ടം എന്നടക്കമുള്ള കാര്യങ്ങളാണ്. തുടർച്ചയായി നമ്മുടെ ഇത്തരം പ്രമുഖ ആളുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിൽ സ്വാധീനിക്കുന്നു എന്ന് വിചാരിക്കുന്ന സിനിമാ മേഖലയിലുള്ളവർ, ഇപ്പോൾ വേടനെ പോലെയുള്ള ആളുകളൊക്കെ, സംവിധായകരൊക്കെ ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടുമ്പോൾ അതിനെ ഈ വലിയവരുടെ കേസുകളെന്നും ഒരേ കേസിൽ തന്നെ പിടിക്കപ്പെടുമ്പോൾ വലിയ കേസുകളെന്നും ചെറിയ കേസുകളും എന്നൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. നമ്മുടെ നിയമ സംവിധാനങ്ങൾ അതിനനുസരിച്ച് കുറേ കാലത്തെ ഉറക്കത്തിന് ശേഷം ശക്തമായി ഈ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഈ തരത്തിൽ ചിത്രീകരിക്കേണ്ട സോഷ്യൽ മീഡിയയിലെ പ്രചരണങ്ങളൊക്കെ താങ്കൾ കാണുന്നുണ്ടാകാം. രണ്ട് ഭാഗത്ത് നിന്നുകൊണ്ടാണ്. അങ്ങനെ ഇതിനെ കാണേണ്ടതുണ്ടോ? നമ്മുടെ നിയമത്തിൻ്റെ വഴിക്ക് പോകണം എന്ന് ചിന്തിക്കുന്നതല്ലേ അതിൻ്റെ രീതി? 100% ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരായാലും, ഈ പറയുന്ന ഞാനാണെങ്കിൽ പോലും അത് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ ഡോക്ടർ ശ്യാംകുമാർ പറഞ്ഞതുപോലെ പുരാതന വേദഗ്രന്ഥങ്ങളിലേക്ക് പോയിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ ഉദ്ധരിച്ചിട്ട് നമ്മൾ എന്തിനാ വേടന് പോലും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിനാ ചെയ്യുന്നത്? നോക്കൂ, ഈ വേടന് പോലും ഇല്ലാത്ത സംഭവങ്ങളാണ് ഇവിടെയുള്ള ബാക്കിയുള്ള പാനലിസ്റ്റുകൾക്കുള്ളത്. എന്താ പ്രശ്നം? വേടന് പോലും ആ പ്രശ്നമില്ല. വേടന്റെ നിലപാടിനോട് യോജിച്ചു നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങളോട് എനിക്ക് വ്യക്തമായ യോജിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ പരിപാടികൾ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ കഞ്ചാവ് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാ ഈ പുരാതന വേദങ്ങളിലേക്കൊക്കെ പോകുന്നത്? അതിന്റെ ആവശ്യം എന്താ നിങ്ങൾക്ക്? അതെന്തിനാ പറയുന്നത്? അതെന്തിനാ റെഫർ ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണ്? ഇവിടെ രാജ്യത്തിന്റെ നിയമത്തിനപ്പുറത്ത് ഇവിടുത്തെ ഒരു ഖുർആനും ഇല്ല, ഇവിടെ ഒരു ബൈബിളും ഇല്ല, ഒരു വേദഗ്രന്ഥവും ഇവിടുത്തെ രാജ്യത്തെ ഭരണഘടനക്ക് മീതെ ഉണ്ടാവാൻ പാടില്ല. എന്തിനാ എന്തെങ്കിലുമൊക്കെ വരുമ്പോ ഇവിടെ മതത്തിന്റെയും ജാതിയുടെയും ലേബിൾ കൊണ്ടുവരുന്ന എന്തിനാ? അതിനൊന്നും ആവശ്യമില്ല. ഇങ്ങനെ എന്താ വേടൻ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇതിന് പിന്നിൽ ഗൂഢാലോചനയില്ല. വേടൻ പറഞ്ഞു കഴിഞ്ഞു ഇതിന് പിന്നിൽ ഗൂഢാലോചനയില്ല, ഞാൻ ഇത് യൂസ് ചെയ്ത വ്യക്തിയാണ് എന്ന് അയാൾ തുറന്ന് സമ്മതിക്കുമ്പോഴും അയാൾ അതിൽ നിന്ന് മാറട്ടെ, അയാൾ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകട്ടെ, അയാൾ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോട്ടെ. അവിടെ ഒരു കാര്യം കൂടി പറയണം. നമ്മള് ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യം, വേടന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചതിന്റെ പേരിൽ വേടന്റെ സപ്പോർട്ടിന്റെയും വേടൻ അനുകൂലിക്കുന്നതും വേടനെതിരെയുള്ള വിമർശനത്തിനൊക്കെ അപ്പുറത്ത് നമ്മൾ പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലി ചർച്ച ചെയ്യേണ്ടത് വിമുക്തി പോലെയുള്ള സർക്കാരിന് കീഴിലുള്ള ഡി അഡിക്ഷൻ അല്ലെങ്കിൽ സർക്കാരിന് കീഴിലുള്ള ലഹരി വിമുക്ത കേന്ദ്രങ്ങളിൽ ഫലപ്രദമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നോക്കൂ, ഇതിന്റെ വേര് ഇതുവരെ പറഞ്ഞോളൂ കേൾക്കാം. ശ്രീ ഖാദർ പറഞ്ഞോളൂ. സാങ്കേതിക പ്രശ്നമുണ്ടോ? ഖാദറിലേക്ക് വരാം. ശ്രീ ശ്യാംകുമാർ, അതാണ്, അതായത് ഈ നമുക്കറിയാം നേരത്തെ കലാഭവൻ മണിയുമായി ബന്ധപ്പെട്ട് ഇത്തരം അറസ്റ്റുകളും പ്രശ്നങ്ങളും, കസ്റ്റംസുമായി പ്രശ്നമുണ്ടായി, അതിരപ്പള്ളിയിൽ പ്രശ്നമുണ്ടായി, അതിനെ ഇത്തരത്തിൽ ചിത്രീകരിച്ചു, വ്യാഖ്യാനിക്കുന്നത് നമ്മളൊന്ന് കണ്ടു. നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആ തരത്തിൽ അഭിപ്രായം പറഞ്ഞതൊക്കെ ഞാൻ ജേർണലിസം കാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നീട് വിനായകനുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പോൾ അതിനും ഈ തരത്തിൽ വരുന്നു. ഇങ്ങനെ നമുക്കറിയാം ഈ നിയമം ലംഘിച്ചാൽ, രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്കെതിരായി പ്രവർത്തിച്ചാൽ ശിക്ഷയുണ്ടാകും, അറസ്റ്റ് ഉണ്ടാകും, കസ്റ്റഡി ഉണ്ടാകും, തെളിവെടുപ്പുണ്ടാകും, ഇപ്പോൾ ആരായാലും. പക്ഷേ ചില ആളുകളെ മാത്രം അത്തരത്തിൽ ചെയ്യുമ്പോൾ, ഇപ്പോൾ വേടൻ തന്നെ, നേരത്തെ ഖാദർ പറഞ്ഞല്ലോ, വേടൻ തന്നെ പറയുകയാണ് ഗൂഢാലോചനയൊന്നുമില്ല, ഞാൻ തെറ്റ് ചെയ്ത ആളാണ്, അല്ലെങ്കിൽ ഞാൻ കഞ്ചാവ് ഉപയോഗിച്ച ആളാണ്,
മദ്യപിക്കുന്ന ആളാണ്, എല്ലാവർക്കും അറിയാം എന്ന് പറയുമ്പോൾ അതിന് അത്തരത്തിലും കണ്ടാൽ പോരെ? നിയമത്തിൻ്റെ കാര്യങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകട്ടെ എന്നതിനപ്പുറത്ത് മറ്റു വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരുന്നത് എന്തിനാണ്? ഇല്ല, അത്തരം വ്യാഖ്യാനങ്ങളൊന്നും എന്തെങ്കിലും ഞാൻ കൊണ്ടുപോകുന്നതെന്ന് കരുതുന്നില്ല. അല്ല, താങ്കളുടെ FB പോസ്റ്റിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇത് പറഞ്ഞിട്ടുണ്ട്. കാരണം സമൂഹത്തിലെ പ്രമുഖ സ്ഥാനം കളയാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള രീതിയിലുള്ള പോസ്റ്റുകൾ, ഇത്തരത്തിൽ അനവധി പോസ്റ്റുകളുണ്ട്. താങ്കളൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള, ഒരുപാട് പേർ താങ്കളുടെ വാക്കുകളൊക്കെ വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ല, തീർച്ചയായിട്ടും ഞാനത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം പറഞ്ഞത്. കാരണം ഈ ഒരു കഞ്ചാവ് കേസ് വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം, അദ്ദേഹം മുന്നോട്ട് വെച്ച കവിത, അദ്ദേഹത്തിന്റെ റാപ്പ് സംഗീതത്തിന്റെ രാഷ്ട്രീയമൊക്കെ തന്നെ റദ്ദ് ചെയ്യുന്ന രീതിയിലുള്ള വംശീയമായ പല കമന്റുകളും, ജാത്തിരിച്ചാപ്പ് ഉൾപ്പെടെയുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ എന്റെ അത്തരം ഒരു കമന്റ് രേഖപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിൽ കണ്ടതുകൊണ്ടാണ് ഞാനത് രേഖപ്പെടുത്തിയത്, കാണാതല്ല. മറിച്ച് ഇവിടെ പറഞ്ഞ വാദങ്ങളോട് ഞാൻ യോജിക്കുന്നു. തീർച്ചയായിട്ടും നിയമപരമായ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. അന്വേഷണം നടക്കണം, അത് വിമുക്തി പോലെയുള്ള കൗൺസിലിങ്ങുള്ള കാര്യങ്ങളൊക്കെ നടക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പക്ഷേ ഇത്തരം ഒരു കാര്യം ഉണ്ടായതിന്റെ പേരിൽ അദ്ദേഹത്തെ ഈ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നതിനോടുള്ള വിമർശനം, പ്രത്യേകിച്ച് ഒരു സർക്കാർ പരിപാടി റദ്ദാക്കിയ ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. മറ്റാരുടെയെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ഇത്തരത്തിൽ റദ്ദാക്കാൻ സാധ്യത ഉണ്ടാകുമായിരുന്നോ എന്ന ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ ബഹുമാനപ്പെട്ട സഹപാനലിസ്റ്റ് ശ്രീ ശ്രീജിത്ത് പണിക്കർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്തിനാണ് ഈ പുരാതന ഗ്രന്ഥങ്ങളിലേക്കൊക്കെ പോകേണ്ടത്? ഇവിടെ ഖാദറും സൂചിപ്പിച്ചു. ഞാൻ അതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്, ഇത് കുറെ കാലമായി നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായിട്ടിരിക്കുകയും ഇപ്പോഴും ഇന്ത്യയിൽ കഞ്ചാവ് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു, വിപുലമായി പ്രചരിപ്പിക്കപ്പെടുന്നു, ഉപയോഗിക്കുന്നു എന്നൊരു സാഹചര്യം ഞാൻ സൂചിപ്പിക്കാതിരുന്നു. അല്ലാതെ ഇന്ത്യ ഒരു പ്രാചീന കാലത്തേക്ക് ഹൃദയത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അത്തരം അവസ്ഥാവിശേഷങ്ങൾ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കാനോ ശ്രമിക്കുകയല്ല. ഇങ്ങനൊരു യാഥാർത്ഥ്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നു. പക്ഷെ അപ്പോഴും ശ്രീജിത്ത് പണിക്കർ പറഞ്ഞൊരു കാര്യം എനിക്ക് രസകരമായ ഒരു വൈരുദ്ധ്യമായിട്ടാണ് തോന്നിയത്. കലിയുഗത്തിൽ ഇന്ത്യയിൽ ഉണ്ടാക്കിയ നിയമം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പൊ കലിയുഗം എന്ന് പറഞ്ഞ സങ്കല്പം, ഹൃദയം എന്ന് പറഞ്ഞ സങ്കല്പം പുരാണങ്ങളിലെ സങ്കല്പമാണ്. അപ്പം പറയുമ്പോൾ അതിനകത്തൊരു വൈരുദ്ധ്യമുണ്ടോ എന്ന് ഞാൻ സൂചിപ്പിക്കാൻ മാത്രം, അദ്ദേഹത്തോട് ഉള്ള ഒരു വെല്ലുവിളിയായിട്ടോ മറ്റോ ഒന്നല്ല ഞാൻ സൂചിപ്പിക്കും. ഇത്ര ഒരു വൈരുദ്ധ്യം കലിയുഗത്തിൽ ഇന്ത്യയിൽ ഉണ്ടാക്കിയ നിയമം എന്ന് പറയുമ്പോൾ പുരാണങ്ങളിലുള്ള ഈ കൃത ത്രേത ചതുർയുഗ സങ്കല്പത്തെ തന്നെയാണ് അദ്ദേഹവും സൂചിപ്പിക്കുന്നത് എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. മറിച്ച് ഈ പറയുന്ന രീതിയിൽ നിയമപരമായിട്ടുള്ള നടപടികളൊക്കെ നടക്കണം. പക്ഷെ ഡോക്ടർ അംബേദ്കർ പറയുന്ന ഒരു കാര്യമുണ്ടോ, നിയമം എന്ന് പറയുന്നത്, നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് തുല്യതയിൽ അധിഷ്ഠിതമായിരിക്കണം എന്നുള്ളതാണ്. അത് ഒരാൾക്കൊരു നിയമം മറ്റൊരാൾക്ക് മറ്റൊരു നിയമം എന്നുള്ള നിലയ്ക്കല്ല, തുല്യനീതിയിൽ അധിഷ്ഠിതമായ വ്യവഹാര ക്രമമായിട്ട് അത് മുന്നേറണം എന്നുള്ള കാര്യമാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പകരം ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അദ്ദേഹത്തെ പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുക, അതുപോലെ തന്നെ ജാതീയമായ അധിക്ഷേപങ്ങൾ നടത്തുക, അദ്ദേഹം ഇങ്ങനെ ഉപയോഗിച്ചു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം റദ്ദ് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ള വാദഗതികളെയാണ് ഞാൻ ഇവിടെ പ്രധാനമായിട്ടും അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് എനിക്ക് ഒറ്റ വാക്കിൽ പറയാനായിട്ടുള്ളത്. സീത, ഇവിടെ ഒരു പോസ്റ്റ്, സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടത്, കള്ള ആനക്കൊമ്പ് മോഹൻലാൽ നായരുടെ വീട്ടിൽ നിന്ന് പിടിച്ചാൽ അയാൾക്കില്ലാത്ത കുറ്റമാണ് വേടൻ കാശ് കൊടുത്ത് വാങ്ങിയ പുലിപ്പല്ലിന്. മോഹൻലാലിന് ഇളവ് കൊടുത്ത് രായ്ക്ക് രാമായണം സർക്കാരിൻ്റെ ഉത്തരവിറങ്ങും, വേടൻ ജയിലിലും കിടക്കും, അതാണ് ജാതി പ്രിവിലേജ്. അങ്ങനെ ഈ പറഞ്ഞ വിഷയത്തെ ആ തരത്തിലും കാണുന്നുണ്ട്. കാരണം ചില ആളുകൾക്ക് ചില കേസുകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇളവുകൾ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടുന്നത്, ഇവിടെ നിയമത്തിൻ്റെ ഇങ്ങനൊരു പുലിപ്പല്ല് പിടിച്ചു എന്ന് പറയുമ്പോൾ അയാൾ നാളെ വരെ കസ്റ്റഡിയിലാണ്, ചോദ്യം ചെയ്യലിലാണ്. അങ്ങനെ നിയമം രണ്ട് വ്യക്തികൾക്ക് രണ്ടാകുന്നുണ്ടോ, അതിൽ ചില പ്രിവിലേജുകൾ ചിലർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന സംശയവും ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ശ്രീജിത്ത് രഞ്ജിത്ത്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ TS ശ്യാംകുമാർ ഈ ആക്ഷേപഹാസ്യം എന്നൊന്നുണ്ട്. അപ്പോൾ അത് ഒരാൾക്ക് മനസ്സിലായില്ല എങ്കിൽ അത് പറയുന്ന ആളിൻ്റെ പരാജയമാണ്. താങ്കൾക്ക് ഞാൻ പറഞ്ഞ ആക്ഷേപഹാസ്യം മനസ്സിലായില്ല എങ്കിൽ അതെൻ്റെ പരാജയമാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ താങ്കൾ ഇവിടെ കൃതയുഗത്തിലെയും ത്രേതായുഗത്തിലെയും ദ്വാപരയുഗത്തിലെയും ഗ്രന്ഥങ്ങളെയൊക്കെ കോട്ട് ചെയ്ത് പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടാണ് കലിയുഗം എന്ന് പറഞ്ഞത്. അത് ഈ പാനലിസ്റ്റായിട്ടുള്ള ഖാദർ കരിപ്പൊടിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാനതിൽ കലിയുഗം എന്ന് പറയുന്ന സമയത്ത് ഇൻസ്റ്റൻ്റ്ലി അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ ചിരി വന്നു. കാരണം ഞാൻ എന്ത് അർത്ഥത്തിലാണ് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. താങ്കൾക്ക് മനസ്സിലായില്ല എങ്കിൽ അത് ഒരുപക്ഷെ ആക്ഷേപഹാസ്യം എന്താണെന്ന് അങ്ങേക്ക് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ പരാജയമോ ആയിരിക്കാം, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞിരിക്കുന്നത് യുഗങ്ങളെ എൻഡോഴ്സ് ചെയ്യുക എന്നതല്ല. ഇന്നത്തെ കാലത്ത് ഈ സമയത്ത് താങ്കൾ ഇതിനെയാണ് ഇങ്ങനെയുള്ള ഒരു ചർച്ചയിൽ കൊണ്ടുവന്ന് പറയുന്നത് എന്നും അതിന് മറ്റൊരു വേദി ഉണ്ടാകണം, അവിടെയാണ് അത് പറയേണ്ടത് എന്നതിനെക്കുറിച്ച് അങ്ങേക്കൊരു യുക്തി തോന്നിയില്ലല്ലോ എന്ന രീതിയിൽ വെല്ലുവിളിക്കാനല്ല, എൻ്റെ ഇംപ്രഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി
രഞ്ജിത്ത് ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വന്നാൽ നോക്കൂ, ഇവിടെ ഇന്നലെ മുതൽ നടക്കുന്ന ഒരു കാര്യമാണ്. നടൻ മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് കണ്ടെത്തിയല്ലോ. അപ്പൊ അദ്ദേഹത്തിനെ എന്തുകൊണ്ട് നിങ്ങൾ കസ്റ്റഡിയിലെത്തില്ല? അതും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ വയലേഷൻ അല്ലേ? അപ്പൊ അദ്ദേഹം വെളുത്ത നിറക്കാരനായതുകൊണ്ടോ വരേണ്യവർഗ്ഗക്കാരനായതുകൊണ്ടോ സർക്കാരിന് കൂടുതൽ വേണ്ടപ്പെട്ടയാളായതുകൊണ്ടോ പൊതുസമൂഹത്തിൽ കൂടുതൽ സ്വാധീനമുള്ളയാളായതുകൊണ്ടോ ആണോ അദ്ദേഹത്തിന് ആ ഒരു പ്രിവിലേജ് കിട്ടിയതും വേടൻ അത് കിട്ടാതെ വന്നതും എന്നൊരു ചോദ്യം ആൾക്കാർ പറയുന്നുണ്ട്. ഇതിന്റെ നിയമവശമോ ഈ വിഷയം എന്താണോ എന്ന് കൃത്യമായി അറിയാത്ത ആൾക്കാരാണ് പറയുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇത് ഒന്നിലൊരു ആനയാണ്, രണ്ടാമത്തേതിലൊരു പുലിയാണ്. ഈ ആന എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാവുന്ന ഒരു ജീവിയാണ്, അതിന് സാധ്യതയില്ലാത്ത ഒരു ജീവിയാണ് ഇപ്പുറത്ത് നിൽക്കുന്ന പുലി. ഒന്ന് ആനയുടെ കൊമ്പാണ്. ഈ ചെരിഞ്ഞ ആനയുടെ കൊമ്പ് നിയമപരമായി കൈവശം വെക്കാം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമം. എന്നാൽ പുലിയുമായി ബന്ധപ്പെട്ട് പുലിയെ ഹണ്ട് ചെയ്യുക എന്ന രീതിയിലാണ് ഉപയോഗിക്കുക, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നതല്ല. പുലിക്ക് ഒരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇല്ല, മറിച്ച് ആനയെ സംബന്ധിച്ചിടത്തോളം ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ മോഹൻലാലിന്റെ വീട്ടിലും മറ്റൊരു പരിശോധന നടക്കുന്ന സമയത്താണ് അവിടെ വെച്ച് ഈ ആനക്കൊമ്പ് കാണുന്നത്. അപ്പോൾ ആനക്കൊമ്പ്, ഇത് വർഷം 2011 അപ്പോൾ അങ്ങനെ ഈ ആനക്കൊമ്പ് കാണുന്നു. ആ ആനക്കൊമ്പ് അവർ കസ്റ്റഡിയിൽ എടുക്കുന്നു. ആ സമയത്ത് മോഹൻലാൽ അവിടെ ഇല്ല. പക്ഷെ അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം ചെയ്തിരുന്ന ആദ്യത്തെ കാര്യം ഈ ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ എന്തൊക്കെയാണ്, അതിന്റെ രേഖകൾ എന്താണ് എന്ന് അദ്ദേഹം ഈ രേഖാമൂലം അധികൃതരെ, പ്രത്യേകിച്ച് വിവിധ വകുപ്പുകളെ, പിന്നീട് ഇന്ത്യയിലെ തന്നെ പല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ അറിയിക്കുകയാണ് ചെയ്തത്. അതായത് കൃഷ്ണകുമാർ എന്ന പേരിലുള്ള ഒരു വ്യക്തിയുടെ സ്വന്തം ആന, കൃഷ്ണൻകുട്ടി എന്നോ മറ്റോ ആണ് ആ ആനയുടെ പേരുണ്ടായിരുന്നത്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചരിഞ്ഞ ആനയാണ്. അപ്പൊ ഈ കൃഷ്ണകുമാർ എന്ന വ്യക്തിക്ക് കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആനയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അത് ചെരിഞ്ഞതാണ് എന്നതിന്റെ രേഖയുണ്ട്. ഉടമസ്ഥൻ ഇദ്ദേഹം തന്നെ ആയതുകൊണ്ട് ഈ കൊമ്പിന്റെ ഉടമസ്ഥാവകാശം അദ്ദേഹത്തിന് തന്നെയാണ് എന്നതിന്റെ രേഖയുണ്ട്. ഈ രേഖകളെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഈ ഉടമസ്ഥൻ എന്താ ചെയ്തത്, ഈ കൃഷ്ണകുമാർ എന്താ ചെയ്തത്, മോഹൻലാലിന് അതൊരു ഗിഫ്റ്റ് പോലെ കൊടുത്തതാണ്. അപ്പൊ ഇത് കൈവശം സൂക്ഷിക്കാനുള്ള അവകാശം കൃഷ്ണകുമാറിനുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം തന്നെ മോഹൻലാൽ ഹാജരാക്കുന്നു. അത് കിട്ടിയതിന് ശേഷം ഈ അധികൃതർ എന്താ ചെയ്തതെന്നറിയില്ലേ? അധികൃതർ പറഞ്ഞത് മോഹൻലാൽ ഇത് കൊണ്ടുപോയിക്കോളാനാണ് പറഞ്ഞത്. അതായത് ഇതിന് നിയമപരമായിട്ട് ഈ എടുത്തിരിക്കുന്ന സാധനം ആയതുകൊണ്ട് വ്യവഹാര നടപടി തീരാത്തതായതുകൊണ്ട് ഇതിനൊരു ഫീ ഉണ്ട്. അത് അടച്ചതിന് ശേഷം ഈ ആനക്കൊമ്പ് കൊണ്ടുപോകാൻ പറഞ്ഞു, അല്ലാതെ അവരത് പിടിച്ചവരുടെ കയ്യിൽ വെച്ചിരിക്കുകയല്ല. അപ്പൊ അത് അങ്ങനെ അവർക്ക് തിരിച്ചു നൽകി. പിന്നീട് ഈ കൈവശാവകാശം അദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നത് 2016 അതായത് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം പണം വാങ്ങിയിട്ടല്ലാതെ മോഹൻലാലിന് ഇത് സമ്മാനമായി നൽകുകയാണ് എന്നതുമായി ബന്ധപ്പെട്ട ആ ലീഗൽ പ്രൊസീജിയർ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഇതിന്റെ കൈവശാവകാശം 2016 നിയമപരമായിട്ട് മോഹൻലാലിന് വന്നു. അപ്പൊ ഇതോടുകൂടി ഇതിന്റെ ഹിസ്റ്ററി പൂർണ്ണമായി. അതായത് ആനയുടെ ഉടമസ്ഥാവകാശം, അത് ചരിഞ്ഞു എന്നുള്ള വിവരം, കൊമ്പിന്റെ അവകാശം, കൈവശാവകാശ കൈമാറ്റം, ഇതെല്ലാം നിയമപരമായതുകൊണ്ട് തന്നെ പിന്നെ ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നിയിട്ട് സംസ്ഥാന സർക്കാർ തന്നെ ആ കേസ് ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ ആ സമയത്ത് 2 ആൾക്കാരുടെ പരാതി ഉണ്ടാകുന്നു, പിന്നീട് ഒരു പൊതുതാൽപര്യ ഹർജി ഉണ്ടാകുന്നു. അപ്പൊ അത് കേട്ട സമയത്ത് പെരുമ്പാവൂരിലോ മറ്റുള്ള കോടതിയാണ് പറയുന്നത് സർക്കാർ ഇതിൽ നിന്ന് പിന്മാറാൻ പാടില്ല എന്ന്. അപ്പൊ അതിന് വീണ്ടും ആ കേസ് ഹൈക്കോടതിയിൽ വരുന്നു. ഹൈക്കോടതി എന്ത് ചെയ്തു? അതിനെ സ്റ്റേ ചെയ്തു. ഇപ്പോഴും ഈ പ്രൊസീജിയർ എല്ലാം തന്നെ സ്റ്റേ ചെയ്ത് അവിടെ നിൽക്കുകയാണ്. ഇത് ഈ കാര്യത്തിനെ എടുത്തതിന് ശേഷമാണ് പുലിയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം, പുലിയുടെ കൈവശാവകാശം നമുക്കുണ്ടോ, പുലിയുമായി ബന്ധപ്പെട്ട ഓണർഷിപ്പ് ഉണ്ടോ, ഈ പുലി എങ്ങനെയാണ് ചത്തിരിക്കുന്നത്, അതിനെ ഹണ്ട് ചെയ്തിരിക്കുന്നതാണോ അല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ടോ, ഇതൊന്നും ഇല്ലാന്നേ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ നിയമപരമായി നിങ്ങൾക്ക് പ്രോസസ് ചെയ്യാവുന്ന രേഖകളുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തി കമ്പയർ ചെയ്തിട്ട് ആൾക്കാർ ഇവിടെ പറയുന്നത് എന്താ, വീണ്ടും ജാതിക്കാരുടെ, ഇല്ലെങ്കിൽ മോഹൻലാൽ എവിടെ നിന്ന് വന്നു, ഇത് ജാതിക്കാരനാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇപ്പൊ നേരത്തെ ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന വേടനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വേടൻ പാർശ്വവൽക്കരിക്കപ്പെട്ടയാണോ മെയിൻ സ്ട്രീം ആണോ? വേടൻ മെയിൻ സ്ട്രീം ആണ്. അദ്ദേഹത്തിന് നിരവധി വേദികൾ കിട്ടുന്നതാണ്, ഇന്ത്യയിലും പുറത്തും കിട്ടുന്നതാണ്, യുവാക്കളുടെ ഇടയിലും മറ്റുള്ള ആൾക്കാരുടെ ഇടയിലും വലിയ സ്വാധീനമുള്ളയാളാണ്, മാധ്യമങ്ങൾ കവർ ചെയ്യുന്നയാളാണ്, സോഷ്യൽ മീഡിയയിലെ എല്ലാ വിഭാഗം, നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ മാത്രമല്ല പല വിഭാഗത്തിലുള്ള, അതും പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ജാതി വിഭാഗമല്ല, പല വിഭാഗത്തിലുള്ള ആരാധകരുള്ള വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടുള്ള ഒരാൾ മെയിൻ സ്ട്രീമാണ്. ആ ആള് തന്നെ സമ്മതിക്കുന്നു, ഞാനിത് ഉപയോഗിച്ചു, ഇതിൽ ഗൂഢാലോചനയില്ല, ഞാൻ വെള്ളമടിക്കുന്നയാളാണ്, ഞാൻ വലിക്കുന്നയാളാണ്, കഞ്ചാവ് വലിക്കുന്നയാളാണ്. ഇത് പറയുമ്പോഴും അയാൾക്കില്ലാത്ത പ്രശ്നം വെച്ചുകൊണ്ട് മറ്റു ചില ആൾക്കാർ ഇയാളുടെ സംരക്ഷകനാകുക. ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു പരിപാടി നിങ്ങൾ എന്ന് നിർത്തും? മുമ്പ് വിനായകനെ കുറിച്ചായിരുന്നു. വിനായകന്റെ മോശമായിട്ടുള്ള പ്രസ്താവനകളോ മോശമായിട്ടുള്ള ബിഹേവിയറുകളോ ചർച്ചയാകുന്ന സമയത്തെല്ലാം തന്നെ കുറേയധികം ആൾക്കാർ വന്നതിന് ശേഷം ആ വിനായകൻ ഇങ്ങനെയാണ്, പ്രിവിലേജിലല്ല, മറ്റേതാണ്, മറച്ചതാണ് എന്ന രീതിയിലേക്ക് പറയും. വിനായകൻ ഈസ് മെയിൻ സ്ട്രീം. അദ്ദേഹം ഇന്ത്യയിലുള്ള, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രജനീകാന്ത് പോലെയുള്ള നടന്മാരുടെ ഓപ്പോസിറ്റ് റോൾ ചെയ്യുന്നയാളാണ്.
അത്രത്തോളം സ്വീകാര്യതയുള്ള ആളാണ്, ഇൻഡസ്ട്രികളിലെല്ലാം തന്നെ സ്വീകാര്യതയുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെ, അതിന്റെ മോശമായിട്ടുള്ള കാര്യങ്ങളെ ന്യായീകരിക്കാൻ വരുന്ന ആൾക്കാർ ഈ പരിപാടി നിർത്തിയത് എവിടെയാണെന്നറിയോ? അദ്ദേഹം വീടിന്റെ മുകളിൽ വെച്ചിട്ട് ആരെയോ മുണ്ടുപൊക്കി കാണിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു പരാതി വന്നപ്പോൾ അതിനെ കമന്ന് കിടന്നാലും നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ആ ഒരു ഘട്ടത്തിൽ മാത്രം ആൾക്കാർ പിന്നോട്ട് പോയി. ഞാൻ പറയുന്നത്, നിങ്ങൾ പറയുന്നത് എന്താ, ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ദളിതരായിട്ടുള്ള ആൾക്കാർ എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾ ദളിത് വിഭാഗത്തിനെ അപമാനിക്കുകയാണ്. ഞാൻ പറയുന്നത് മറ്റെല്ലാ ആൾക്കാരെയും പോലെ ചിന്തിക്കാൻ കഴിവുള്ള, മറ്റെല്ലാ ആൾക്കാരെയും പോലെ സംസാരിക്കാൻ കഴിവുള്ള, അതിനുള്ള സോഷ്യൽ സെൻസ് ഉള്ള, ഉന്നതമായ ബുദ്ധിയും മേധയുമുള്ള ആൾക്കാർ തന്നെയാണ് വിഭാഗത്തിലുള്ളത്. അതല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ദാ വിക്ടിം കാർഡ്, ദാ ജാതി കാർഡ്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ഉദ്ദേശമാണ് നേടാൻ പോകുന്നത്? ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാം. ഈ പ്രൊസീജിയർ വേടൻ നേരിട്ടിരിക്കുന്ന വിവേചനം എന്താണ്? എന്ത് തരത്തിലുള്ള വിവേചനമാണ് നിയമപരമായിട്ടാണെങ്കിലും സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും വേടൻ നേരിട്ടിരിക്കുന്ന വിവേചനം എന്താണെന്ന് നിങ്ങൾ പറയൂ, ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കാം. അതില്ലാതെ ചുമ്മാ കണകുണാന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. തിരിച്ചു വരാം. ഖാദറിന് അവസരം കിട്ടിയില്ല, ഖാദറിലേക്ക് വരണം. ശ്രീമതി മൃദുല ദേവിയും തുടരുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ഖാദർ, ഇവിടെ നമുക്കറിയാം വേടൻ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു സ്പേസ് ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു സ്പേസാണ് അത്. ഈ ഒരു കേസിൻ്റെ പേരിൽ മാത്രം റദ്ദ് ചെയ്യപ്പെടേണ്ട ഒന്നല്ല. നമുക്കറിയാം അദ്ദേഹം പറയുന്ന ആശയങ്ങൾക്ക് പ്രസക്തിയുണ്ട്, മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്, അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരു പിന്തുണ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ പറഞ്ഞ് നേരത്തെ പല ചർച്ചകളിലും പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക, അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ആളുകളൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ വീണ്ടും വീണ്ടും പല കാര്യങ്ങൾ പറഞ്ഞ് പിന്തുണയ്ക്കുന്നത്. അല്ല, ഇതിലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു നിയമപരമായ തെറ്റാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണ്ട, അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു കാർഡ് വരക്കേണ്ട ആവശ്യമില്ല. നമ്മളത് ഉൾക്കൊള്ളുക. നോക്കൂ, വേടന്റെ പാട്ട് വെച്ചിട്ടാണ് ഞാനിപ്പോ വണ്ടി ഓടിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് വന്നത്. വേടന്റെ റാപ്പ് കേട്ടോണ്ടാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നുള്ളത്. കാരണം ഞാൻ അയാളെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് അയാളുടെ വ്യക്തിപരമായി ഭയങ്കര താല്പര്യമുണ്ട്. ഈ അടുത്ത് പറഞ്ഞ അദ്ദേഹത്തിന്റെ നിലപാടുകളെ ഞാൻ നെഞ്ചിലേറ്റുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തെ ഭയങ്കരത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അയാൾ നിയമപരമായിട്ട് ഒരു തെറ്റ്, ഇപ്പോ ആസ് എ പേഴ്സൺ ഖാദറിനാണ് അത് ചെയ്യുന്നതെങ്കിൽ പോലും തെറ്റാണല്ലോ. നമ്മൾ അതിന് ആ രീതിയിൽ കാണുക. അദ്ദേഹത്തിനെ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോ പ്രാക്ടിക്കലായിട്ട് അദ്ദേഹത്തിനെ വേദികളിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഏത് സമയം വരെ അയാളിൽ നിന്ന് വിമുക്തി നേടുന്നത് വരെ അയാൾക്ക് ഒരു തരത്തിൽ സമൂഹത്തിൽ നിന്ന് ഒരു വിയോജിപ്പ് ഉണ്ടാകുന്നത് നല്ലതാ, തെറ്റൊന്നുമില്ല. സമൂഹത്തിൽ നിന്ന് അയാൾ അതിൽ നിന്ന് വിമുക്തി നേടുന്നത് വരെ. കാരണം ലഹരി അപകടമാണല്ലോ. നമ്മുടെ സമൂഹത്തിൽ ലഹരി ഒരു വലിയ വില്ലനിസോ റോള് ചെയ്യുന്ന ഒരു സംഭവമാണ്. ആ ലഹരി അപകടമാണ്. അപ്പൊ അതിനെ വിമുക്തിയിലേക്ക് ഇപ്പൊ നോക്കൂ, സർക്കാർ എന്ത് ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. വിമുക്തി പോലെയുള്ള ഈ ഡി അഡിക്ഷൻ അല്ലെങ്കിൽ ലഹരി വിമുക്ത സംവിധാനങ്ങൾ ഇത് പ്രായോഗികമായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ? ഈ പറയുന്ന വേടൻ വിമുക്തിയിലേക്ക് പോകുമോ, അതോ ഏതെങ്കിലും ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് പോകുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. നമ്മൾ അതിലേക്ക് നമ്മളെ ചിന്ത കൊണ്ടുപോകണ്ടേ? അതല്ലെങ്കിൽ ഈ പറയുന്ന വേടന് ഡ്രഗ്സ് എത്തിച്ചു കൊടുത്തത് ആരാണ്? നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. നോക്കൂ, കാലാകാലങ്ങളോളം ഇതിന്റെ ഉപഭോഗം കൂടുന്നു, ആളുകളുടെ എണ്ണം കൂടുന്നു, ഇതിന്റെ അപ്ഡേറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതിനപ്പുറത്ത് ഇതിലൊരു കുറവും സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ സത്യത്തിലേക്ക് നമ്മൾ എത്തണം. നോക്കൂ, ഇത് ഷെയ്ൻ ടോമിൽ നിന്നില്ല, ശ്രീനാഥ് ബാസിയിൽ നിന്നില്ല, ഖാലിദ് റഹ്മാനിൽ നിന്നില്ല, വേടനിൽ നിൽക്കില്ല. ആ പോയിന്റിലേക്ക് നമ്മൾ എത്തിച്ചേരണം. നോക്കൂ, വേടൻ നല്ല കഴിവുള്ള, നല്ല പ്രാപ്തിയുള്ള, ശ്രീജിത്ത് പറഞ്ഞതുപോലെ വേടൻ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരാളാണ്. അയാൾ വളരെ ക്ലിയർ ആയിട്ട് ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരാളാണ്. അയാളെ ഇഷ്ടപ്പെടുന്നത് ഏതെങ്കിലും ഒരു ടീമല്ല, മറിച്ച് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അയാളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കിടയിൽ മതമോ ജാതിയോ ഒന്നുമില്ല. അയാളെ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എല്ലാ മനുഷ്യരും അയാൾ ഇഷ്ടപ്പെടുകയാണ്. ആ ഇഷ്ടപ്പെടുന്ന നമ്മൾ എന്താ ചെയ്യേണ്ടത്? വേടൻ എന്ന് പറയുന്ന ഒരാൾ കഞ്ചാവ് കേസിൽ അകപ്പെട്ടു, അയാൾ ആ കുറ്റസമ്മതം നടത്തി, അയാൾക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളത് വിടുക. ഒരിക്കലും കഞ്ചാവ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട് പിടികൂടുന്ന ആളുകളെ നമ്മുടെ ഒരു രാഷ്ട്രീയത്തിൽ ഞാൻ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നു, വേടൻ പൊതുസമൂഹത്തിൽ ഉന്നയിച്ചിട്ടുള്ള രാഷ്ട്രീയത്തോട് വ്യക്തമായ താല്പര്യമുള്ള ഒരാളാണ്. പക്ഷെ ആ താല്പര്യത്തിന്റെ പേരിൽ
അയാളുടെ ഈ ലഹരി പരിപാടിയെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. തീർച്ചയായും. നോക്കൂ, സർക്കാർ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞിട്ട് പോകാം. ഇവിടെ വിമുക്തി പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ പാനലിസ്റ്റുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് തോന്നുന്നില്ല ഈ സർക്കാരിന്റെ കീഴിലുള്ള ലഹരി വിമുക്ത സംവിധാനങ്ങളിലേക്ക് പോയിട്ട്, അതിപ്പോ ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ടൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ, പോയിട്ട് റിക്കവർ ചെയ്തിട്ട് വരുന്ന വളരെ ചുരുക്കം ചില കേസുകൾ മാത്രമാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കാണ് ആളുകൾ പോകുന്നുള്ളത്. ഇത് പൈസയുള്ളവന് പറ്റും, ഇല്ലാത്തവന്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ എന്ത് ചെയ്യും? ഒരു വഴിയില്ല. ഇപ്പൊ ഈ അടുത്ത് തന്നെ നമ്മുടെ നാട്ടിലൊരു കേസ് ഉണ്ടായി. ഞങ്ങള് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ 30,000 രൂപ കൊടുത്തിട്ടാണ് അയാളെ കൊടുത്തിട്ടുള്ളത്. റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്, പുറത്തേക്ക് വരുമ്പോ റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് വേടന്റെ ഈ കാടിറക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയം മാറ്റാം. നമുക്ക് തുറന്ന, എന്തിനാ നമ്മള് ഒരു പ്രശ്നം വരുമ്പോ ഈ വേദഗ്രന്ഥങ്ങളിലേക്ക്, ആരെ കുറ്റപ്പെടുത്തുന്നല്ല കേട്ടോ, പലതിലേക്ക് പോകുന്നത് എന്തിനാ? ഇപ്പൊ ഞാൻ പറയാം, വിശുദ്ധ ഖുർആനിലെ ഒരു ഒറ്റ കാര്യം കൂടി പറയാം. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ട്, മൻ ഖതല നഫ്സിൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദത്തി ഫിൽ അർള്. ഒരു നിരപരാധിയായ മനുഷ്യൻ കൊല ചെയ്യപ്പെടുന്നത് ലോകത്തുള്ള മൊത്തം മനുഷ്യന്മാരും കൊല ചെയ്യപ്പെടുന്നതിന് സമാനമാണെന്ന് പറഞ്ഞ് ഈ വിശുദ്ധ ഖുർആനെ കാണിച്ചിട്ടാണ് ഇവിടെ തീവ്രവാദികള് നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ മതം ചോദിച്ച് കൊല്ലുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഇതൊന്നുമല്ല, നമ്മൾ പ്രാക്ടിക്കലി നിൽക്കേണ്ടത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിയമം ഒരു രാജ്യത്തിന്റെ അകത്തുള്ള നിയമ സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുക, അതിനെ ബഹുമാനിക്കുക. ബാക്കിയൊക്കെ സെക്കൻഡറി ആയിട്ട്. ശരി ശ്രീ മൃദുലാദേവി, അതാണ് കാരണം നമ്മൾ ഈ എന്തൊക്കെ ചർച്ചകൾ നടത്തിയാലും, നമ്മൾ ഈ പറഞ്ഞ വേടനെ ആ തരത്തിൽ അപമാനിക്കാനൊക്കെ ശ്രമിച്ചാലും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ ജാതി ചോദിച്ച് പറയുന്നുണ്ട് എന്നൊക്കെയാണ് ആക്ഷേപം. തിരിച്ചും ആ തരത്തിൽ സംഭവിക്കുന്നുണ്ട്. അവിടെ വേടൻ ഉണ്ടാക്കിയെടുത്തൊരു സ്പേസ് ഉണ്ട് സമൂഹത്തിൽ. വേടൻ മുന്നോട്ട് വെച്ച ചില ആശയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ആരാധകനുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഈ പറഞ്ഞതുപോലെ മുഖ്യധാരയിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തുകയല്ല, സിനിമാ സംഘടനകളൊക്കെ ഒരു തീരുമാനമൊക്കെ പോലെ ഈ നടന്മാരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പോലെ അത്തരത്തിലുള്ളൊരു ശ്രമം ഉണ്ടാകണം. ഇനി താനിത് ഉപയോഗിക്കില്ല എന്ന ആർജവത്തോടെ പറയാനുള്ള കരുത്ത് വേടനെ ഉണ്ടാകണം. അങ്ങനെയല്ലേ വേണ്ടത്? വേടന്റെ സംസാരിക്കട്ടെ, പറയണേ. ഞാൻ അടുത്ത സെക്ഷൻ ക്വസ്റ്റ്യനിലേക്ക് വരുമെന്നാണ് വിചാരിച്ചത്. അപ്പം എനിക്കത് പറയണം. ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനിവിടെ ഏറ്റവും വളരെ നോക്കുന്നത് ശ്രീലങ്കൻ ബന്ധമാണ്. വേടന്റെ ശ്രീലങ്കൻ ബന്ധം അന്വേഷിക്കുന്ന പോലീസിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. അതെനിക്ക് ഭയപ്പെടുക തന്നെ വേണം. കാരണം ലോകത്തിന്റെ പലായനതയുടെ, വംശീയതയുടെ, ഭരണകൂട വിരുദ്ധതയുടെ ഇരകളാണ് ശ്രീലങ്കൻ അഭയാർത്ഥികൾ. അതിൽപ്പെട്ട ഒരു ശ്രീലങ്കൻ അഭയാർത്ഥിയുടെ മകനാണ് വേടൻ. അപ്പോ വേടന് തായ്ലൻഡിൽ നിന്നും കിട്ടിയ ഒരു ടൈഗർ ടൂത്ത്, അദ്ദേഹം അത് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് അദ്ദേഹത്തിന്റെ ഇഗ്നോറൻസ് ആണ്. അല്ലാതെ വേടൻ ഒരു മൃഗസ്നേഹിയാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ നല്ല കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ്, ഒരു മൃഗസ്നേഹിയാണ്. പക്ഷെ ക്ലിനിക്കൽ എവിഡൻസ് അതാണ്, അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അപ്പോഴും പറയേണ്ട ഒരു കാര്യമുണ്ട്, വേടനെ ഇത് കൊടുത്ത ഒരു സോഷ്യൽ പിക്ചറോ അല്ലെങ്കിൽ ഒരു വലിയ വേദിയിൽ നിന്നുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെ വെച്ചെങ്കിലും അത്തരം കാര്യങ്ങൾ കണ്ടെത്തുവാനായിട്ടുള്ള ഒരു നിയമസഹായം വേടന് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ അതിനെയാണ് പിന്തുണയ്ക്കുന്നത്. എനിക്കിപ്പോ ഞാൻ പലതവണയായിട്ട് വേടനെ വിളിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ അറിഞ്ഞിരുന്നു നിയമസഹായം ഉണ്ട് എന്ന്. പക്ഷെ ആരാണോന്നൊന്നും അറിയില്ല. മറ്റേതെങ്കിലും ഒരു വേടനല്ല ഇരുന്നെങ്കിൽ ആളൂർ വരുമായിരുന്നു. പക്ഷെ ഇത്തരം ഒരു കേസിൽ ആരും അദ്ദേഹത്തിന് വന്ന് കണ്ടിട്ടില്ല. അത്തരം വിവരങ്ങളെ പറ്റി പറയുന്നില്ല. വേടനെ പ്രൊജക്ട് ചെയ്ത് മാധ്യമങ്ങൾ നിലനിർത്തുന്നത് ഇവിടുത്തെ യഥാർത്ഥ ഇരയെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. യഥാർത്ഥ ഇര മയക്കുമരുന്ന് മാഫിയയാണ്. ഈ കൂടെയുള്ള 10-9 പേരുടെയും പേരുകൾ ഇവിടെ വരുന്നില്ല. അതിന് കാരണം വേടൻ സെലിബ്രിറ്റി ആയതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രീനാഥ് വാസിയോ ടൈം. പക്ഷേ ഇതിലോട്ട് മാത്രം ഫോക്കസ് പോകുമ്പോൾ ഈ വ്യക്തികൾ, അതായത് നമ്മൾ ആരെയാണോ പിടിക്കേണ്ടത്, എവിടെ നിന്നാണോ വരുന്നത്, അത് ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നു. അതിനകത്ത് ഇവിടുത്തെ മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകൾക്കും ഉത്തരവാദിത്വമുണ്ട്. അതിനിടയ്ക്ക് സംശയിക്കുന്ന കാര്യം, ശ്രീലങ്കൻ അഭയാർത്ഥിയുടെ കണക്ഷൻ എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയെ കൊന്നത് അദ്ദേഹമാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മയാണോ? കുറെ നാളുകൾക്ക് മുമ്പ് വേടൻ, അതൊക്കെ പോലീസിന്റെ അന്വേഷണ വഴിയുള്ള കാര്യമായിരിക്കും. താങ്കൾ പറഞ്ഞതുപോലെ അതിനെ ഒരു കുറ്റമായിട്ടോ, ഇപ്പൊ നമ്മൾ ഇത്തരം കേസിലൊക്കെ പെടുന്നവര് ഇത് എവിടുന്ന് കിട്ടിയെന്നറിയാൻ പോലീസിൽ അന്വേഷണ വഴികളൊക്കെ ഉണ്ടല്ലോ. ശ്രീനാഥിനോ ഷൈനോ ഒന്നും നോക്കേണ്ട വന്നില്ല. ഞാൻ ഒരാളുടെ, ഇപ്പൊ മോഹൻലാലിന്റെ കേസോ മറ്റൊരാളുടെ കേസോ ഒന്നും തുലനം ചെയ്യാൻ വരുന്നില്ല. അതിന്റെ കാരണം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഇതുവരെ നീതിപൂർവമായി ദളിത് സമൂഹങ്ങൾക്ക് നീതി ഇവിടെ കിട്ടിയിട്ടില്ല. ഒരു ഗ്രാമം മുഴുവൻ ചുട്ടരിച്ചിട്ടും എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഖൈർലാഞ്ചി പോലെയുള്ള വിഷയങ്ങളില് നിങ്ങൾ എന്തുകൊണ്ടാണ് ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് അവരെ കൂടി പോയി ബലാത്സംഗം ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ആങ്ങളെയും അമ്മയും പറഞ്ഞു വിട്ട സവർണ പാട്രിയാർക്കിയുടെ ഒരു രാജ്യത്ത് ഞാനത് പ്രതീക്ഷിക്കുന്നേ ഇല്ല. എന്റെ ചോദ്യം, പോലീസ് എന്തുകൊണ്ട് ഈ കണക്ഷൻ അന്വേഷിക്കുന്നു?
എന്നുള്ളതാണ്. ഇനി വേടന്റെ സംഗീതത്തെ പറ്റി, വേടൻ എങ്ങനെ വളർന്നെന്ന് നമ്മളല്ല പറയുന്നത്. വേടന്റെ ഇഷ്ടമുള്ള രീതിയിൽ പാടട്ടെ, അതിനുള്ള ഒരു ചോയ്സ് ഉള്ള ഒരു രാജ്യമാണ്. വേടൻ പലസ്തീനെ പറ്റി പാടിയിട്ടുണ്ട്, വേടൻ ക്യൂബയിലെ അഭയാർത്ഥികൾക്ക് വേണ്ടി പാടിയിട്ടുണ്ട്, വേടൻ സിറിയയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ശബ്ദം അടയ്ക്കപ്പെടുവാൻ തീരുമാനിക്കുന്നത് എന്ന് ഞാൻ പറയുന്നത് എന്റെ മൗലികമായ ഉത്തരവാദിത്തമാണ്. അത് ഫണ്ടമെന്റലിസം അല്ല, അത് ജാതിക്കാരനല്ല, ജാതിയെ അഡ്രസ് ചെയ്യുന്നതാണ്. ടു ബി ഫ്രാങ്ക്, ഞാൻ അത് തുടർന്നും ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അത് ചെയ്യുവാനായി എനിക്ക് മറ്റാരുടെയും സഹായം വേണ്ട. എന്റെ ജ്ഞാനബോധം മാത്രം മതി, എന്റെ രാഷ്ട്രീയ ശരികളാണ്. അത് തീർച്ചയായിട്ടും വേടന്റെ ഒപ്പം ഞാൻ ആ വിഷയത്തിൽ ഉണ്ടാകും. ശ്രീലങ്കൻ അഭയൻ എനിക്കറിയാം. കുറെ നാൾ മുമ്പ് വേടൻ എന്നെ ഒന്ന് വിളിക്കുന്നുണ്ട്, വിളിച്ചിട്ട് എന്നോട് പറയുന്നുണ്ട്, മൃദുല ചേച്ചി ഒരു കാര്യം പറയാനാ വിളിച്ചത്. എന്താണ്? എന്റെ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഞാൻ കരയുന്നു, അവൻ കരയാതെ നിൽക്കുന്നു. ഒരു ശ്രീലങ്കൻ അഭയാർത്ഥിയായ, ക്യാൻസർ രോഗിയായ, മാനസിക വിക്ഷോഭത്തിൽ അടിയപ്പെട്ട ആ സ്ത്രീയെ ദിവസവും കുളിപ്പിച്ചുകൊണ്ടിരുന്നത് അവനായിരുന്നു. അവർക്ക് ഭക്ഷണം വായി കൊടുത്തുകൊടുമ്പോൾ അത് കഴിച്ചിറക്കാൻ അവൻ അറിയില്ലായിരുന്നു. ക്യാൻസർ മൂർധന്യാവസ്ഥയിൽ അവന്റെ കയ്യിൽ കിട്ടുമ്പോൾ അവന്റെ കയ്യിൽ കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ലായിരുന്നു. പിന്നെയും കുറെ ദിവസം കഴിഞ്ഞു, ഒരു ദിവസം എന്നെ വിളിക്കുന്നു. ഏതോ ആന്ധ്രയിലെ ഒരു സ്ഥലത്തു നിന്നാണ് എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്താ മോനെന്ന് ചോദിച്ചപ്പോൾ, എന്താ മോനെന്നോ, എന്റെ മൃദുലേച്ചി എന്നാണ് വിളിക്കുന്നത്. വളരെ ചുരുക്കം വരാണ് മൃദുലേച്ചി എന്ന് വിളിക്കുന്നത്, മൃദുല ചേച്ചി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ പേര് ഞാൻ ഓർത്തിരിക്കും. എന്നോട് ചോദിച്ചത്, കുറെ ദിവസം കൂടി കുറച്ച് ഭക്ഷണം കിട്ടിയപ്പോ എനിക്ക് ആദ്യം വിളിക്കാൻ തോന്നിയത് മൃദുല ചേച്ചിയാണെന്ന് പറഞ്ഞു. വേടൻ വളർന്നു വന്ന ചൈൽഡ്ഹുഡ് ട്രോമകളെ നിങ്ങൾക്കാർക്കും ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. കാരണം അതൊരു ബെഞ്ചാര ലൈഫായിരുന്നു. അവന്റെ അമ്മയ്ക്ക് അവനെ പ്രൊട്ടക്ട് ചെയ്താൽ നിൽക്കാൻ അറിയില്ലായിരുന്നു. അവർ ദേശാടനക്കളെ പോലും പൊക്കൊണ്ടേയിരുന്നു, ഇടയ്ക്ക് വല്ലപ്പോഴും വരുമായിരുന്നു. ഈ സമയത്ത് അവൻ ഗ്ലാസ് കഴുകി ജീവിച്ചവനായിരുന്നു. കൃത്യമായ ഒരു വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. അവന് ആ സമയത്ത് പുലിപ്പല്ല് ഏതാണെന്ന് തിരിച്ചറിയുന്ന ഫോറൻസിക് ലാബിൽ നിന്നും ബിരുദം എടുത്തിട്ടില്ലായിരുന്നു. അല്ല, അത്തരത്തിൽ വളർന്നു വന്ന അങ്ങനെ അംഗീകാരം കിട്ടിയ ഒരാൾ കൂടിയാണ് മാഡം വേടൻ, യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് വേടൻ വളരെ പെട്ടെന്ന് സമൂഹത്തിൽ സെൻസേഷനായി വന്നത്. വേടനെ അല്ല കുറ്റം പറഞ്ഞത്, സെൻസേഷൻ. അദ്ദേഹത്തെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം നിയമപരമായി നിയമത്തിൽ അജ്ഞനാണെങ്കിൽ പോലും ചെയ്ത തെറ്റുകൾക്ക് പോലീസിന് നമ്മുടെ നിയമ സംവിധാനങ്ങൾ ആ തരത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ മറ്റൊരു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നതിനെയാണ്. ജാതിക്കാരനാണെങ്കിൽ അതെ ഞാൻ ജാതിവാദി. ഒരു ശ്രീലങ്കൻ അഭയാർത്ഥിക്ക് വൾണറബിൾ കാസ്റ്റിൽപ്പെട്ട മറ്റൊരു വ്യക്തിയിലുണ്ടായ ഒരു കുഞ്ഞ് കടന്നുപോയ ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്ന് ലഹരി വന്നിട്ടുണ്ട്, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും അതുകൊണ്ട് അയാളെ പിടിച്ച് നോക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇന്നലെ ബാലൻസ് ചെയ്ത് തന്നെയാണ്. ദളിത് സമൂഹം പ്രത്യേകിച്ച് സംയമനത്തോടെ നിൽക്കണം. അതായത് പലപ്പോഴും നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെ പല സമയം ചൂണ്ടിക്കാണിച്ചപ്പോഴും തിരുത്തപ്പെടാൻ പറ്റുമായിരുന്ന അവസരം പിന്നീട് മറ്റൊരു രീതിയിൽ ഇവിടെ നേക്കഡായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് അത്ര അനാവശ്യ സപ്പോർട്ടല്ല. ഈ സമയത്ത് വളരെ കൃത്യമായ രീതിയിൽ നിൽക്കാൻ നമ്മൾ സംയമനത്തോടെ നിൽക്കണം. പക്ഷെ മാധ്യമങ്ങൾ ഒരു കാര്യം ചെയ്യണം. മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന സപ്പോർട്ടുകൾ ഒരിക്കലും മയക്കുമരുന്ന് മാഫിയെ സംരക്ഷിക്കുവാനാകരുത് എന്ന് പറയുന്നത്. നന്ദി ശ്രീമതി മൃദുലാദേവി, ശ്രീജിത്ത് പണിക്കർ, ഒപ്പം ശ്രീ ഖാദർ കരിപ്പൊടി, ഡോക്ടർ TS ശ്യാംകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്. ഏതായാലും വേടൻ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു അംഗീകാരമുണ്ട്, ചെറുപ്പക്കാർക്കിടയിൽ അയാൾ ഉണ്ടാക്കിയ ഒരു സെൻസേഷണലിസമുണ്ട്. പക്ഷേ അതൊന്നും ഈ മയക്കുമരുന്നിൻ്റെ കേസിൻ്റെ മറകൊണ്ട് അത് ആ തരത്തിൽ സംരക്ഷിക്കാൻ ആവില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ ആ തരത്തിൽ ഒറ്റപ്പെടുത്തുക എന്നുള്ള രീതിയിലല്ല, ജാതിയുമായി ബന്ധപ്പെട്ട് അതിനെ കൂട്ടിവായിക്കരുത്. അദ്ദേഹത്തിൻ്റെ നേരത്തെ ഉണ്ടാക്കിയ ഒരു സ്പേസ് അത് അങ്ങനെ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടുകൂടിയാണ് ഈ ചർച്ച കൊണ്ടുവന്നത്. എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.